മോഡിൽ ഓക്കെ. ഓക്കെ. ആദ്യമായിട്ട് നമ്മളിപ്പോ നമ്മൾ ആക്ച്വൽ സയൻസിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആദ്യം തന്നെ ആക്ച്വലി എന്താണെന്ന് പറയാതെ നമുക്ക് അതിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പല ആൾക്കാരും ആക്ച്വലി വിചാരിക്കുന്നത് ആക്ച്വലി എല്ലാവരും അറിയുന്നതാണ്. പക്ഷെ ആക്ച്വലി വിചാരിക്കുന്ന ആക്ച്വലി അറിയാത്തത് മറ്റുള്ളവർക്ക് ആക്ച്വൽ സയൻസിനെ പറ്റി അറിയാത്തതുകൊണ്ടാണെന്നാണ് ആക്ച്വലി വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ആക്ച്വൽ സയൻസ് എന്നുള്ളൊരു കാര്യം പറയണം. തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു നൂറ്റാണ്ടിനേക്കാൾ മീതെ ആയിട്ടുണ്ട് ഈ ആക്ച്വൽ സയൻസ് തുടങ്ങിയിട്ട്. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അതിനെപ്പറ്റി ഞാൻ പറയണം. കാരണം ചെരുപ്പ് വിൽക്കുമ്പോൾ ആദ്യം തന്നെ ചെരുപ്പ് എല്ലാവരും കൊണ്ട് ചെരുപ്പ് ഇടിക്കുക എന്നുള്ളൊരു ചുമതലയുണ്ടല്ലോ. അതുപോലെ ആക്ച്വറിയൽ സയൻസ് എന്താണെന്നുള്ള ആദ്യം പറയണം. നമുക്കറിയാം ഇൻഷുറൻസ് ഫീൽഡിൽ ആണ് സാധാരണ ആക്ച്വറിയൽ എന്ന ഒരു വാക്ക് കേട്ടിട്ടുള്ളത്. ഇതിന്റെ ഉത്ഭവം ഗ്രീക്കിൽ നിന്നോ മറ്റാണെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മളുടെ അടുത്തൊരു ഏജന്റ് വരും. ഒരു ഏജന്റ് വന്നിട്ട് നമ്മുടെ ഒരു ചാർട്ട് കാണിക്കും. നിങ്ങളുടെ വയസ്സ് എത്രയാണ്, അത് നിങ്ങൾക്ക് വയസ്സാണെങ്കിൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതാണ് പ്രീമിയം എന്ന് ഒരു സാധാരണ ഏജന്റ് പറയാറുണ്ട്. അപ്പോൾ ഈ പ്രീമിയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടായിരിക്കണം. അതാണ് ഒരു ഉദാഹരണം. അത് ഞാൻ ഉദാഹരണം പറയുന്നത് മാത്രം. അത് ഈ ആക്ച്വലിയുടെ ഒരു ജോലിയാണ്. അതായത് ഓരോ വയസ്സ് വെച്ചിട്ട് എത്രത്തോളം പ്രീമിയം അവർ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് കണക്കാക്കുന്നത് ഈ വ്യക്തി മരിക്കുവാനുള്ള പ്രോബിലിറ്റി, മരിക്കുക എന്നുള്ള വാക്ക് തന്നെ മോശമാണ്, പല ആൾക്കാരും പറയും, അതിനുള്ള ആ ഒരു അപകടത്തിനുള്ള പോസിബിലിറ്റി കണക്കാക്കിയിട്ടാണ് ഈ പ്രീമിയം പോലും നിശ്ചയിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആക്ച്വലിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു അസംഷൻ എടുത്തിട്ട് ഇത്രയും ആളുകൾ പോളിസികൾ എടുത്തിട്ട് അതിൽ എത്ര പേര് മരിക്കുമെന്ന് കണക്കാക്കിയിട്ട്, അല്ലെങ്കിൽ ഞാൻ മരണമെന്നൊരു വാക്ക് പറഞ്ഞു മാത്രം, പക്ഷെ അല്ലാതെ തന്നെ മറ്റുള്ള അപകട സാധ്യതകളും ഉണ്ടല്ലോ. കാരണം ഈ ആക്സിഡന്റ് ഉണ്ട്. അപ്പൊ അത് കണക്കാക്കിയിട്ട് പ്രീമിയം നിശ്ചയിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, ഇത് ആക്ച്വലിയുടെ ഒരു വിഭാഗം, ഒരു ജോലി മാത്രം. അപ്പൊ ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് ആക്ച്വലിയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ പരിചയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ആക്ച്വറിയൽ ഓപ്പർച്യൂണിറ്റിയെ പറ്റി ആക്ച്വലിയെ പറ്റി ആരും ഇവിടെ കേട്ടിട്ടില്ല എന്നുള്ള ചോദ്യം വരും. പല ആൾക്കാരും ചോദിക്കും. കാരണം LIC ആയിരുന്നു ആദ്യത്തെ നമ്മുടെ മുമ്പ്. നമുക്ക് 1956 നമ്മുടെ ഇൻഷുറൻസിന്റെ ദേശസാൽക്കരണം ഇവിടെ ഉണ്ടായത്. അതിന് മുമ്പ് ഇവിടെ 385 ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടായിരുന്നു. പലർക്കും അറിയില്ല അത്. അപ്പൊ അതിനുശേഷം ആകെ LIC ആയിരുന്നു ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടായിരുന്ന ഏക ശക്തി. LIC ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനികളായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആക്ച്വറിയസ് മെയിൻ ആയിട്ട് ജോലി ചെയ്തിരുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലായിരുന്നു. ഒറ്റ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. പിന്നെ ഒരു 2000 മുമ്പ് ഇൻഷുറൻസ് പ്രൈവറ്റൈസേഷൻ വന്നു. അതിനുശേഷം കുറേയധികം ഇൻഷുറൻസ് കമ്പനികൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ ആക്ച്വറിയുടെ കുറച്ചും കൂടി പ്രാധാന്യം എന്താണെന്നുള്ളത്. കാരണം ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് എല്ലാം ഇതുപോലെ തന്നെ പ്രീമിയം ചാർട്ട് ഉണ്ടാക്കണം, പല പല കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ആക്ച്വറി എന്നുള്ള ഒരു ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് ആക്ച്വറിയെ പറ്റിയുള്ള ചെറിയ ഒരു വിവരണം മാത്രം. ഞാൻ പതുക്കെ നമുക്ക് അടുത്ത സ്ലൈഡുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ എന്നെ കുറച്ചുകൂടി സഹായിക്കാനായിട്ട് ശ്രീ PK ദിനകർ, ശ്രീ മുർഷിദ് കുട്ടിയാസ് എന്നിവർ ഇവിടെ ഉണ്ട്. മുർഷിദും ദിനകർ സാറും എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ കുറച്ചൊരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി ഇടപെടാം. അപ്പോൾ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ആക്ച്വറിയൽ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് പറയാം. നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ GDPയുടെ 3.7% മാത്രമാണ് ഇൻഷുറൻസ് പെനട്രേഷൻ ഇന്ത്യയിലുള്ളൂ എന്നുള്ള കണക്ക്. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രകാരം 2023-2024 പ്രകാരം 3.7% മാത്രമേ ഇൻഷുറൻസ് പെനട്രേഷൻ ഇന്ത്യയിലുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങൾക്ക് ഇത് വേണമെന്നുള്ളൊരു തോന്നല് പലർക്കും ആയിട്ടില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ ജനങ്ങളെ വേണ്ട തരത്തിൽ സമീപിച്ചിട്ടില്ല എന്നുള്ളത്, രണ്ടു തരത്തിലും ഉണ്ടാവാം. അപ്പോൾ പ്രയോറിറ്റീസ് മറ്റുള്ള പ്രയോറിറ്റീസ് ആണ് പലവർക്കും. അപ്പോൾ അതാണ് ഒരു അവസരം, ഒരു കാര്യം പറയാനുള്ളത്. ഈ 3.7% മാത്രം ഈ പെനട്രേഷനുള്ള ഒരു സ്ഥലത്ത് ആദ്യം തന്നെ വലിയൊരു ഇനി വരുന്ന സമയത്ത് വലിയൊരു സാധ്യതകളാണ് ഇൻഷുറൻസിലെ, ലൈഫ് ഇൻഷുറൻസിൽ മാത്രമല്ല മറ്റുള്ള ഇൻഷുറൻസിലും വലിയൊരു സാധ്യതകളാണ് ഇനി അടുത്ത കാലങ്ങളിൽ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഫസ്റ്റ് വിഷയം പറയുന്നത് ഇൻഷുറൻസ് മേഖലകളിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ, അതായത് ഇൻഷുറൻസ് കൂടുതലും ഇനിയും കൊടുത്തു തീർന്നിട്ടില്ല, പല ആൾക്കാർക്കും കൊടുക്കാനുണ്ട്. ലൈഫ് ഇൻഷുറൻസ് മാത്രമല്ല, പല ആൾക്കാർക്കും നിങ്ങൾക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ആൾക്കാർ പറയും മരിച്ചിട്ട് പൈസ കിട്ടുന്നേക്കാളും
വലുതും ജീവിച്ചിരിക്കുമ്പോൾ പൈസ കിട്ടുന്നതാണെന്നുള്ളത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കൂടി വരുന്ന ഹെൽത്ത് എക്സ്പെൻസുകൾ, മെഡിക്ലെയിം എക്സ്പെൻസുകൾ, ഇതിനൊക്കെ വേണ്ടി എല്ലാവരും പറ്റിയ പ്രീമിയം, പറ്റിയ കമ്പനി ഏതാണുള്ളതെന്ന് എല്ലാവരും പലരോടും ചോദിക്കാറുണ്ട്. എന്നോട് പോലും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു മേഖല, ലൈഫ് ഇൻഷുറൻസ് മേഖല. അപ്പോൾ ഇൻഷുറൻസിൽ വളരെയധികം പെനട്രേഷൻ ഇനിയും നടക്കാത്തൊരു മേഖലയാണ് ഇൻഷുറൻസ്. പിന്നെ അടുത്തത് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്കറിയാം FDI, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇൻഷുറൻസ് മേഖല ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് 100% ആക്കി എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അറിയാവുന്നതായിരിക്കും. ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് 100% ആക്കി കഴിഞ്ഞാൽ പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിൽ വളരെ ഫ്രീ ആയിട്ട് വന്ന് ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങുവാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികൾ വരുമ്പോൾ കൂടുതൽ ആക്ച്വറീസിന് ആവശ്യമായിട്ട് വരും ഈ മേഖലകളിൽ. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന പല കണക്കുകളും അത് 10,000-ങ്ങളെക്കാൾ മീതെയുള്ള, ഞാൻ കൃത്യമായിട്ടുള്ള കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല, 10,000-ങ്ങളിലേക്ക് മീതെയുള്ള ആക്ച്വറിക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും 2030 ആകുമ്പോഴേക്കും എന്നാണ് ഗവൺമെന്റിന്റെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ അത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇന്ത്യസ് എവോൾവിംഗ് എക്കണോമി ഹാസ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ആക്ച്വറി പ്രൊഫഷണൽസ്. This field offers vast opportunities driven by technology, regulations and data-driven decisions. അതായത് നമുക്കറിയാം ടെക്നോളജി എത്രയധികം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട്, ടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനങ്ങൾക്ക് ദോഷമാണോ ഗുണമാണോ ചെയ്യാന്നുള്ളത് വേറൊരു തർക്കം, അവിടേക്ക് നമുക്ക് പിന്നീട് പോകാം. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ഡാറ്റാ സയൻസും പല ആൾക്കാർക്കും അറിയുന്ന ഒരു മേഖലയാണ് ഡാറ്റാ സയൻസ് ആക്ച്വറികൾ കൂടുതൽ. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം കൂടി കൂട്ടിയിണക്കിയിട്ട്, കാരണം ഇത് ഹാൻഡ് ടു ഹാൻഡ് ആയിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇതെല്ലാം കൂട്ടിയിണക്കിയിട്ടാണ് ഈ ആക്ച്വറിയൽ ഫീൽഡ് നമ്മൾ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ പറയുന്നതിൽ ഞാൻ പറയുന്നത് എല്ലാ ആക്ച്വറിയും ഒരു പ്രോഗ്രാമറാണെന്നാണ് പറയാം. കാരണം ആ ഫീൽഡിലേക്ക് ചെന്നാൽ അറിയാൻ പറ്റും, എല്ലാവർക്കും പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടി വരും, എല്ലാവർക്കും ഡാറ്റാ സയൻസ് ചെയ്യേണ്ടി വരും, എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടി വരും, എല്ലാവർക്കും മെഷീൻ ലേണിംഗ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ മേഖലകളിലെ ഇംപ്രൂവ്മെന്റ് പോലും, മെഷീൻ ലേണിംഗിലെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡാറ്റാ സയൻസിന്റെയും ഇംപ്രൂവ്മെന്റ് പോലും ആക്ച്വറിയൽ ഫീൽഡിലുള്ള കരിയറിലുള്ള ഒരു ഡെവലപ്മെന്റിനുള്ള ഒരു കാരണമായിട്ട് ഇനി വരുന്ന കൊല്ലങ്ങളിൽ വരാനുള്ള വലിയൊരു സാധ്യത നിലവിലുണ്ട്. ഇനി ദിനകർ സാർ ആൻഡ് മുർഷിദ് സാർ, യു ക്യാൻ, ഇഫ് യു വാണ്ട് ടു ടോക്ക് സംതിങ്, യു ക്യാൻ ആഡ് സംതിങ്. ഞാൻ ഒരു കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. അതായത് ഏത് എക്കോണമിയും റൺ ചെയ്യണമെങ്കിൽ 2 മെയിൻ ഇൻഡസ്ട്രീസ് ആവശ്യമുണ്ട്. ഒന്ന് ബാങ്കിങ്ങും ഒന്ന് ഇൻഷുറൻസും. ഈ ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് മാത്രമല്ല, എന്ത് നമ്മൾ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കാർ ഓടിക്കണമെങ്കിൽ നമുക്ക് ഓട്ടോ ഇൻഷുറൻസ് വേണം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് വലിയ വലിയ കമ്പനീസിനൊക്കെ എംപ്ലോയീസിന് ഇൻഷുറൻസ് കൊടുക്കണം. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ ഒരു എക്കോണമിക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബാങ്കിങ്ങും ഇല്ലാതെ ഒരു എക്കോണമിക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോണമിയുടെ ഒരു സെഗ്മെന്റിന്റെ പ്രവർത്തനത്തിന് പിന്നിലുള്ള ബ്രെയിൻ ആണ് ആക്ച്വറി. ആ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും കാൽക്കുലേഷൻസ് ചെയ്യുകയും ആ കമ്പനിയുടെ സ്ട്രാറ്റജീസ് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം ആക്ച്വറിയാണ്. ഈ പ്രീമിയം കാൽക്കുലേഷൻ ജയസാഗർ പറഞ്ഞ എക്സാമ്പിൾ വളരെ നല്ല എക്സാമ്പിളാണ്. പക്ഷെ അതൊരു 1-2% മാത്രമേ വരുന്നുള്ളൂ. അതിനേക്കാളും കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല ഡിസിഷൻസും ചെയ്യണം. കാരണം ഈ പറഞ്ഞ പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ആള് മരിക്കുമ്പോഴത്തേക്ക് ആ പൈസ ഉണ്ടാവുമോ, എത്ര മാറ്റി വെക്കണം, പ്രോഫിറ്റ് എത്ര കൊടുക്കണം, അതിൽ നിന്ന് റിസർവ് എത്ര മാറ്റി വെക്കണം, ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാൽക്കുലേഷൻസും ഉണ്ട്. പിന്നെ ഒരു ആക്ച്വറിയുടെ കടപ്പാട് അയാളുടെ കമ്പനിയോട് മാത്രമല്ല, ആ രാജ്യത്തിനോടും ആ രാജ്യത്തിലെ പബ്ലിക്കിനോടും ഒക്കെ ആക്ച്വറിക്ക് കടപ്പാടുണ്ട്. അങ്ങനെയാണ് ആക്ച്വറിയെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർക്ക് ഒരു കടപ്പാടില്ല, അതുപോലെ ലോയർ ആണെങ്കിൽ ലോയർക്ക് ഒരു എത്തിക്സ് കോഡ് ഇല്ല, അതുപോലെ ആക്ച്വറിക്ക് ഒരു എത്തിക്സ് കോഡ് ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമർ എന്ന് പറയുന്നതിലും കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. പ്രോഗ്രാമേഴ്സിന് അങ്ങനെയൊന്നുമില്ല. അതെന്ന് വെച്ചാൽ ഹൈലി റെഗുലേറ്റഡ് ആണ്. ആക്ച്വറി നന്നായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഫ്രോഡ് നടത്തുകയോ മിസ്കാൽക്കുലേഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഒരു രാജ്യത്തിന്റെ എക്കോണമി അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ റെഗുലേറ്റഡും വളരെ എത്തിക്കൽ കോഡ് ഉള്ളതുമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ആക്ച്വറിയൽ പ്രൊഫഷൻ. ദിനകർ സാർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നോ? അത് ഈ ഒരു പോയിന്റില് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വെൽക്കം ആൻഡ് താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.
പിന്നെ ഞാൻ ഈ ഒരു എത്തിക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ ലൈക്ക് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെ ഇവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എന്നാൽ അവർ ശരിക്ക് പ്രൊഫഷണൽ കോണ്ടക്ട് സ്റ്റാൻഡേർഡ് പിന്നെ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഗൈഡൻസ് നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ആക്ച്വറി എന്ന് പറഞ്ഞാൽ വെൽ ഗവേൺഡ് ആണ്. അതുകൊണ്ട് അതൊരു കാര്യമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം അവർക്ക് ആ പ്രൊഫഷണൽ എത്തിക്സ് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം അവരെ ഓരോ വർക്കിലും. അപ്പം അത് നോക്കാൻ പിന്നെ അതേപോലെ ഇൻഷുറൻസ് റെഗുലേറ്ററി പിന്നെ IRDA അല്ലേ, അവരും കാര്യമായിട്ട് ഈ ഒരു ഒരു ആക്ച്വറിക്ക് എന്താണ് ചെയ്യേണ്ടത് അതും ക്ലിയർ ആയിട്ട് അതിനുള്ള ഗൈഡ് ലൈൻസും എല്ലാം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ശരിക്കും ഒരു സൊസൈറ്റി റെസ്പോൺസിബിലിറ്റി തന്നെ വരുന്നുണ്ട് അവിടെ ആക്ച്വറിന്റെ റോളിൽ. അതാണ് ആഡ് ചെയ്യുന്നത്. താങ്ക് യു. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ്, നമുക്കിപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ നമുക്ക് പലരും ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജാതകത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ജാതകം ഇരിക്കുന്നത് ഒരു ആക്ച്വറിയുടെ കയ്യിലാണ്. അപ്പം നമ്മളൊരു ഇൻഷുറൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് 3 പേരെയാണ് IRDA റെഗുലേറ്റർ ഒരു അപ്രൂവൽ കൊടുക്കുമ്പോൾ മെയിനായിട്ട് 3 പേര് വേണം. അതായത് ആദ്യം തന്നെ ഒരു കപ്പിത്താൻ. ഈ കപ്പിത്താൻ എന്ന് പറയുന്നത് CEO ആണ്, ചീഫ് അല്ലേ, CEO, പിന്നെ ഒരു CFO, പിന്നെ വേണ്ട ഒരാള് ഈ അപ്പോയിന്റഡ് ആക്ച്വറിയാണ്. അപ്പോയിന്റഡ് ആക്ച്വറി എന്നുള്ള ആ ഒരു കാഡർ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അത് അപ്പോയിന്റഡ് ആക്ച്വറി റെഗുലേറ്ററുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഒരു ഇൻഷുറൻസ് കമ്പനികളിൽ പോളിസി ഹോൾഡർക്ക് വേണ്ടി സംസാരിക്കുന്ന, ഞാൻ പറയുന്ന മറ്റുള്ളവരെ ഞാൻ കുറച്ച് കാണിക്കില്ല, പക്ഷെ പോളിസി ഹോൾഡറുടെയും റെഗുലേറ്ററുടെയും ഒരു പ്രതിനിധി എന്ന് പറയുന്നത് ഈ അപ്പോയിന്റഡ് ആക്ച്വറിയാണ്. അപ്പോൾ അപ്പോയിന്റഡ് ആക്ച്വറി എന്ന് പറയുന്നത് ഒരു ആക്ച്വറിയുടെ ഒരു വളരെയധികം ജോലികളിൽ ചെറുത് ഒന്ന് മാത്രം. പിന്നെ അതിലേക്ക് വരുമ്പോൾ ഞാൻ ഡിമാൻഡിലേക്ക് പറയുമ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയോ എത്ര ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് അറിയാമോ? ജസ്റ്റ് ഒരു ഗസ് പറയണമെന്നില്ല, ജസ്റ്റ് വേണമെങ്കിൽ മെസ്സേജ് ഇടാം. നിങ്ങൾക്ക് അറിയാമോ എത്ര CA-കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്? ഞാൻ ജസ്റ്റ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഇതിലുള്ള ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും 4 ലക്ഷത്തോളം CA ചാർട്ടേഡ് അക്കൗണ്ടൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഈ 4 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ട്സിൽ ആരും ജോലി ഇല്ലാതായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കണ്ടിട്ടില്ല ഞാനിങ്ങനെ. അപ്പൊ നോക്കൂ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എത്ര ആക്ച്വറീസ് ഇന്ത്യയിൽ വേണം? ആക്ച്വറീസിന്റെ ഇതിലേക്ക് പിന്നീട് ഞാൻ വീണ്ടും ആക്ച്വറി ഇപ്പൊ ഞാൻ പറയാ കുറെ അടുത്ത ആക്ച്വറിയിൽ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളുണ്ടെന്ന് പിന്നീട് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയും. എത്ര ആക്ച്വറീസ് ഇന്ത്യയിൽ വേണം? അത് നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഞാനൊരു നമ്പർ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആക്ച്വറീസിന്റെ എണ്ണം വെറും 600 ആണ്. ഈ 600 എന്ന് പറയുന്നത് എല്ലാ ഏജും ഉൾപ്പെടുന്ന 85-90 വയസ്സടക്കമുള്ള, അതായത് ഇപ്പൊ വർക്ക് ചെയ്യാത്ത ആൾക്കാരും ഉള്ള ആക്ച്വറീസ് അടക്കമുള്ള ഒരു നമ്പറാണ് ഈ 600 എന്ന് പറയുന്നത്. ഏകദേശം 600 ആണ്. നിങ്ങൾക്ക് സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ, വെബ്സൈറ്റ് നോക്കിയാൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ആക്ച്വറീസിന്റെ ഡിമാൻഡ് എത്ര എന്നുള്ളതും ആക്ച്വറീസിന്റെ എണ്ണത്തിലുള്ള കുറവ് എത്ര എന്നുള്ളതും. അപ്പോൾ നമുക്കത് അതുകൊണ്ടാണ് തന്നെയാണ് പറയുന്നത് വരും കാലങ്ങളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുത് തന്നെയാണ്. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജിലേക്ക് വേണ്ടി പറയാം. നിങ്ങൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയുണ്ടായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഒരു അപ്പോയിന്റഡ് ആക്ച്വറിയെ വേണം എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കുകയുണ്ടായി. അപ്പോൾ ഒരു ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ നോട്ടിഫിക്കേഷൻ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുവാനായിട്ടുള്ള കണക്കുകൾ കറക്റ്റായിട്ട് മുൻകാലങ്ങളിൽ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, കറക്റ്റായിട്ട് പെൻഷൻ കൊടുക്കാനില്ലാത്ത ഒരു പ്രശ്നം പല ബാങ്കുകൾക്കും പല ധനകാര്യ സ്ഥാപനങ്ങൾക്കും അങ്ങനെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് തന്നെ ഇത് മനസ്സിലാക്കുകയും ഇത് മുന്നിട്ടുകൊണ്ട് തന്നെയാണ് ഇതുപോലെ പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഓൾറെഡി ഇത് ഇറക്കി കഴിഞ്ഞു. എല്ലാ പെൻഷനുകളും എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും ഒരു ആക്ച്വറി വാല്യൂ ചെയ്യണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും അവർ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു AS15 വാല്യുവേഷൻ എന്ന് പറയാം, ഒരു AS15 വാല്യുവേഷൻ ചെയ്യണം. അതൊരു ആക്ച്വറി ചെയ്യണം, ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു ആക്ച്വറി ചെയ്യണം ഒരു നിബന്ധന എല്ലാ ഗവൺമെന്റുകളും, കേരള ഗവൺമെന്റ് അടക്കം എല്ലാ ഗവൺമെന്റുകളും പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്കറിയാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ RBIയുടെ റീസെന്റ് ആയിട്ടുള്ള സർക്കുലർ പോലുണ്ട്. ഈ RBI ഒരു അപ്പോയിന്റഡ് ആക്ച്വറിയെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി ചെയ്യുന്നത്? എന്തിനാണെന്ന് വെച്ചാൽ ഈ പെൻഷൻ ഫണ്ടിന്റെ കാൽക്കുലേഷന് വേണ്ടി. അപ്പോൾ അതും നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ അപ്പോൾ ആക്ച്വറി എന്ന് പറയുന്നത്
ഈ ഞാൻ പറഞ്ഞല്ലോ ആക്ച്വറി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ജാതകം ആക്ച്വറിയുടെ കയ്യിലാണ്. പക്ഷെ വേറെയും പല പല മേഖലകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് പറഞ്ഞു, ഇനി അടുത്തത് ബാങ്കിങ് സെക്ടർ പറഞ്ഞു. അതായത് നിങ്ങൾക്ക് എവിടെയൊക്കെ ലയബിലിറ്റി ഉണ്ടോ, നിങ്ങൾ ഒരു 10 പേരുടെ ഒരു സ്ഥാപനം നടത്തുന്നത്, എന്ത് സ്ഥാപനം ആയിക്കോട്ടെ, സ്വകാര്യ സ്ഥാപനമോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനം എന്തോ ആയിക്കോട്ടെ, ഈ 10 പേർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്കുള്ള ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ആ പൈസ എപ്പോൾ അവർ റിട്ടയർ ചെയ്യുന്ന കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ വർഷങ്ങളിലും കൃത്യമായിട്ട് തുകയിൽ മാറ്റിവെക്കലും മാത്രമല്ല, അത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ വ്യക്തി റിട്ടയർ ചെയ്ത് പോകുമ്പോൾ കറക്റ്റായിട്ട് പെൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഇത് പല ആൾക്കാർക്കും മനസ്സിലാക്കിയിരുന്നില്ല. അതിൻ്റെ ഒരു അറിവ് വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. ഈ അറിവ് വന്നപ്പോഴാണ് ഈ ആക്ച്വറീസിന്റെ പ്രാധാന്യങ്ങൾ പല ആൾക്കാർക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇൻഷുറൻസ് മേഖലകളിലല്ലാതെ പെൻഷൻ മേഖലകളിലും, അതായത് ബാങ്കിങ് സെക്ടർ, പെൻഷൻ മേഖലയിൽ ഏതൊരു സ്ഥാപനമായിട്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ലീവ് എൻഗേജ്മെന്റ് എല്ലാറ്റിനും വാല്യുവേഷൻ നടത്താനായിട്ട് ഒരു ആക്ച്വറി വേണം, ആക്ച്വറിയൽ സർട്ടിഫിക്കേഷൻ വേണം. അടുത്തത് ഹെൽത്ത് കെയറിലും നിങ്ങൾക്കറിയാം, ഹെൽത്ത് കെയർ വളരെയധികം ഇപ്പോൾ അത്ര അഫോർഡബിൾ അല്ലാത്ത തരത്തിലാണ് ഹെൽത്ത് കെയർ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് അഫോർഡബിൾ അല്ലാത്തത്? വലിയ പ്രീമിയങ്ങളാണ് എല്ലാവർക്കും ചാർജ് ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്രീമിയം കറക്റ്റായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതിന് ഡാറ്റ ഉണ്ട്, പക്ഷെ ഡാറ്റ ഉപയോഗിക്കുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഉള്ള ഡാറ്റ കറക്റ്റായിട്ട് ഇപ്പൊ നമുക്ക് സിറ്റുവേഷൻ ഒക്കെ മാറി. ഇപ്പൊ നമുക്ക് ആ ഡാറ്റ, ഇഷ്ടംപോലെ ഡാറ്റ കിട്ടാനുണ്ട്, നമുക്ക് ഡാറ്റ അനാലിസിസ് ഉണ്ട്, അതിനുള്ള ടെക്നോളജികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു ആക്ച്വറി കൂടി ഉണ്ടെങ്കിൽ ആ ഡാറ്റ അനാലിസിസ് കറക്റ്റായിട്ട് ചെയ്തിട്ട് ആ ഒരു പ്രീമിയം നിശ്ചയിക്കാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കെയറിലും നമുക്ക് സാധിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഹെൽത്ത് ആക്ച്വറി എന്ന് പറയുന്ന ഈ പ്രൊഫഷൻ ഇനി പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്നെ അറിയാത്തത്, നിങ്ങൾ ആക്ച്വറി പറയും, യു മേ നോട്ട്, ഐ ആം വെരി ഫേമസ്, I am an actuary, I am very famous. You may not be knowing me because you may not be aware of this profession. അങ്ങനെ ജോക്ക് പറയാറുണ്ട്. അതായത് നിങ്ങൾ എന്നെ അറിയാത്തത് എൻ്റെ കുറ്റം കൊണ്ടല്ല, നിങ്ങൾ എന്നെ പറ്റി അറിയാത്തതുകൊണ്ടാണ്, ആക്ച്വറിയൽ പ്രൊഫഷനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെയാണ് പണ്ട് ആക്ച്വറീസ് പറഞ്ഞിരുന്നത്. ഇനി അങ്ങനെയല്ല, ഇനി ആക്ച്വറിയെ വിളിക്കേണ്ടി വരും. ആക്ച്വറി എന്താണെന്ന് അറിഞ്ഞേ തീരൂ എന്നുള്ള ഒരു സാഹചര്യങ്ങളിലേക്കാണ് നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്ച്വറികളുടെ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ആക്ച്വറികൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങൾ എവിടെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടോ, അത് ഇൻഷുറൻസ് മേഖലയാട്ടെ, പെൻഷൻ മേഖലയാട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയാട്ടെ, എവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആക്ച്വറിയുടെ ഒരു ആവശ്യം ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്ച്വറി, അപ്പൊ നിങ്ങളിപ്പോ എന്തുകൊണ്ടാണ്, ഏതൊക്കെ വിഭാഗങ്ങളാണ്, ഇതിൽ നോളജാണ് ഒരു ആക്ച്വറിക്ക് വേണ്ടത്? നിങ്ങളൊരു ബാങ്കിൽ ചെന്ന് നിൽക്കുക. ഒരു ബാങ്കിൽ എന്നാൽ ബാങ്കിന് ലയബിലിറ്റി ഉണ്ട്. നിങ്ങളൊരു FD ഇട്ടു. ഒരു FD ഇട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ FD 5 ലക്ഷത്തിന്റെ FD ഇട്ടല്ല, 5 കൊല്ലം കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് 7 ലക്ഷം തിരിച്ചു തരഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാങ്കിന് കൃത്യമായിട്ട് ലയബിലിറ്റി കണക്കാക്കാൻ പറ്റും. കണക്കാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബാങ്കിന്. പക്ഷേ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കൃത്യമായിട്ട് ലയബിലിറ്റി കണക്കാക്കണമെങ്കിൽ ഈ ജനങ്ങളെ എപ്പോൾ ഇത് എടുക്കുന്ന ആൾക്കാരെ എപ്പോൾ മരിക്കും അല്ലെങ്കിൽ എപ്പോൾ സംഭവിക്കും, അത് ഹെൽത്ത് കെയർ ആണെങ്കിൽ എപ്പോൾ ആ ഇതുണ്ടാവും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പോസിബിലിറ്റി, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് പ്രോബബിലിറ്റി കണക്കാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ആക്ച്വറീസ് ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ മാത്തമാറ്റിക്സ് ഇല്ലാതെ പറയാം. കാരണം നമ്മൾ പറയാവുന്ന പോലെ, ചാക്കോമാഷ് പറഞ്ഞ പോലെ, വിത്തൗട്ട് മാത്തമാറ്റിക്സ് ദ ഹോൾ വേൾഡ് ഇസ് എ ബിഗ് സീറോ എന്ന് പറയില്ലേ. അപ്പൊ ഇവിടെയും ആ ഒരു മാത്തമാറ്റിക്സിന്റെ പ്രാധാന്യം എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഈ ആക്ച്വറൽ സയൻസിലുണ്ട്. മാത്സ് മാത്രമല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, എക്കണോമിക്സും. എന്തുകൊണ്ടാണ് എക്കണോമിക്സ്? നിങ്ങൾ പൈസ ആളുടെ കയ്യിൽ വാങ്ങി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എക്കണോമിയെ കുറിച്ച് നല്ലൊരു വിവരമില്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എക്കണോമിക്സ്, അക്കൗണ്ടൻസി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പക്ഷെ അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് മാത്രം. ഇതിന്റെ ഒരു പ്രാധാന്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ അടുത്ത സ്ലൈഡ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ഇൻഷുറൻസ്, പെൻഷൻ, എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ഗ്രാറ്റുവിറ്റി, ലീവ് എൻഗേജ്മെന്റ്, പിന്നെ എന്താണ് ESOP, അതിനൊക്കെ വാല്യുവേഷൻ എന്ത് വേണ്ടി വരും? ഈ ആക്ച്വറികളുടെ വാല്യുവേഷൻ വേണ്ടി വരും. അതിനൊരു നിയമം തന്നെയുണ്ട്, AS15, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15 എന്ന് പറയാം. ആ AS15 വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ IND-AS 117 എന്ന് പറയും, ഇന്ത്യയിൽ ഈ 2 റെഗുലേഷൻ വെച്ചിട്ട് ആക്ച്വറൽ സർട്ടിഫിക്കേഷൻ വേണം. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇനി ഇന്ത്യയിൽ ഇഷ്ടംപോലെ കൺസൾട്ടിങ് ഫേംസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? BPO KPO എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ
ഇപ്പൊ നമുക്ക് കുറച്ച് റിസഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ മുമ്പ് നോക്കൂ, ഇന്ത്യക്ക് പുറത്തുള്ള പല കമ്പനികളുടെയും വർക്കുകൾ എടുത്തിരുന്ന് ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ശ്രീ മുർഷിത്ത് അങ്ങനെയുള്ള സ്ഥാപനത്തിന്റെ തലവനാണ് ശ്രീ മുർഷിത്ത്. അപ്പോൾ അവരെത്രയോ 400-500 പേരെ ആക്ച്വറീസിനെ വച്ചിട്ട് അത്രയും വച്ചിട്ടാണ് അവർ കൺസൾട്ടിങ് ഫേംസ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും KPOs BPO, KPO എന്ന് പറയുന്നത് നോളജ് പ്രോസസ്സിംഗ് ഓഫീസ് എന്നാ പറയാ, BPO ബ്രാഞ്ച് പ്രോസസ്സിംഗ് ഓഫീസ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ WNS കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പിന്നെ കേരളത്തിൽ തന്നെ അലയൻസ് കേട്ടിട്ടുണ്ടാവും തിരുവനന്തപുരത്ത്. അപ്പൊ കേരളത്തിൽ ഇപ്പൊ ഇതിന്റെ സ്ഥാപനങ്ങൾ കുറവാണ്, ആക്ച്വൽ സ്ഥാപനങ്ങൾ. എന്താണ് ആക്ച്വൽസിന് കിട്ടാനില്ലാത്തതാണ് സത്യം. അതുകൊണ്ടാണ് കുറയാൻ കാരണം. അപ്പൊ അങ്ങനെ കുറെ കൺസൾട്ടിങ് ഫേംസ് ഉണ്ട്. കൺസൾട്ടിങ് ഫേംസിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട്, എന്തിലൊക്കെ ആവശ്യമുണ്ട്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന് ആവശ്യമുണ്ട്, എവിടെയൊക്കെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട്, അവിടെയൊക്കെ ആക്ച്വൽ ഫേംസിന്റെ പ്രൈവറ്റ് ആയിട്ടും പബ്ലിക് ആയിട്ടുമുള്ള കൺസൾട്ടിങ് ഫേംസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ. അപ്പൊ ഇനി അതിന്റെ എണ്ണം കുറച്ചും കൂടി കൂടാൻ പോകുന്നു. അപ്പൊ ബാങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മൾ റിസർവ് ബാങ്കിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്ററി ബോഡീസ്. നമുക്കിവിടെ ഒരു റെഗുലേറ്ററി ഇൻഷുറൻസ് ആരാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്? ഇൻഷുറൻസിന്റെ റെഗുലേഷൻ ചെയ്യുന്നത് IRDAI ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെയും ആക്ച്വറീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിലെ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശ്രീ ഗോപാൽ കുമാർ നമ്മുടെ മിനിസ്ട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, ഒരു അഡ്വൈസർ. ഇപ്പോൾ അദ്ദേഹം നേപ്പാളിലാണെന്നാണ് എൻ്റെ അറിവ്, നേപ്പാൾ റെഗുലേറ്ററി ബോർഡിലാണെന്ന് എൻ്റെ അറിവ്. അപ്പൊ കുറച്ച് ആക്ച്വറീസിന്റെ പേര് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ പല മേഖലകളിലും ഈ ആക്ച്വറീസ് വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഡ് ചെയ്യാവുന്നതാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കുറച്ചു മുമ്പ് ജയസാഗർ സാർ പറഞ്ഞു 600 പേർക്കാണ് ഇന്ത്യയിൽ ഫുള്ളി ക്വാളിഫൈഡ് ആക്ച്വറി ആയിട്ടുള്ളതെന്ന്. അതിലൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ ഫുള്ളി ക്വാളിഫൈ ആവേണ്ട കാര്യമില്ല. 2 മുതൽ 4 വരെ പരീക്ഷകൾ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ജോലി കിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പരീക്ഷ പാസ്സായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. 10,000, 15,000, 20,000 ഒക്കെ കാണും ഇന്ത്യയിൽ. എല്ലാ പരീക്ഷയും പാസ്സായിട്ടുള്ളവർ 600 പേരേ ഉള്ളൂ. ജോലി കിട്ടുന്ന എല്ലാ പരീക്ഷയും പാസ്സാവേണ്ട കാര്യമില്ല. പിന്നെ പരീക്ഷ എല്ലാം പാസ്സാവുന്നത് പലപ്പോഴും 35, 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് എല്ലാം പാസ്സാവുന്നത്. കാരണം 2 പരീക്ഷ ആകുമ്പോൾ ജോലി കിട്ടും. പിന്നെ പതുക്കെ ഓരോ പരീക്ഷ ഓരോ കൊല്ലം എടുക്കും. അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഈ ആക്ച്വറൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേൾക്കുമ്പോൾ ഒരു സുഖമില്ലാത്തൊരു വേർഡ് പോലെ തോന്നാം, ആക്ച്വറിയൽ. അതെന്താണ്? നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദമായിട്ട് ബന്ധമില്ല. ആ വാക്ക് കൊണ്ട് നിങ്ങൾ ഇതെന്തോ ഭയങ്കര സാധനമാണ്, നമുക്ക് മനസ്സിലാവില്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇതിനേക്കാളും നല്ലൊരു പദം നമുക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് എന്നാണ്. ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫീൽഡാണ്. ആ ഫൈനാൻസിലെ ഒരു റിസ്ക് മാനേജ്മെന്റ് ഏരിയ ഉണ്ട്, അതാണ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്. ആ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിൽ പല ടൈപ്പ് റിസ്കുകളും ഉണ്ട്. ഒന്ന് മാർക്കറ്റ് റിസ്ക്, പിന്നെ ലിക്വിഡിറ്റി റിസ്ക്, ഇൻഷുറൻസ് റിസ്ക്, കറ്റാസ്ട്രോഫി റിസ്ക്, കൊടുങ്കാറ്റടിക്കുന്നതോ അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്നതോ, അങ്ങനെ ഒരുപാട് റിസ്കുകളുണ്ട്. ആ റിസ്കിൽ ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന റിസ്കുകളിൽ ഫോക്കസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ റിസ്ക് മാനേജറാണ് ആക്ച്വറി. അത്രേ ഉള്ളൂ. ആ വേർഡ് അങ്ങനെ പണ്ട് മുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ഭയങ്കര എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നാം. പക്ഷെ ഇതെല്ലാം ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഫൈനാൻസ് എന്ന് പറഞ്ഞ വലിയ ഏരിയ, അതിനകത്ത് ഒരുപാട് റിസ്കുകളുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഇൻഷുറൻസ് റിസ്കിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആക്ച്വറി ആവുന്നത്. ആക്ച്വറിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് റിസ്ക് ആക്ച്വറിക്ക് മാത്രമേ തൊടാൻ പറ്റുള്ളൂ. അത് നിയമമാണ്. വേറെ ഏത് റിസ്ക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് MBA ഫൈനാൻസ് എടുത്തിട്ട് മാർക്കറ്റ് റിസ്ക് ചെയ്യാം, അല്ലെങ്കിൽ CQF ചെയ്തിട്ട് ചെയ്യാം, CFA ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള വിവരം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഇൻഷുറൻസ് റിസ്കിൽ നിങ്ങൾ ഇടപെടണമെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സായി ആക്ച്വറി ആയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ലീഗൽ പ്രൊട്ടക്ഷനും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ് ഫീൽഡിൽ പോകുമ്പോൾ പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആക്ച്വറിയിലും പഠിക്കും. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആക്ച്വറി മാത്രമല്ല, ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്ത് സയന്റിഫിക് റിസർച്ച് നടക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ലാതെ നടക്കത്തില്ല. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് വഴിയാണ് ഒരു മരുന്ന് എഫിഷ്യന്റ് ആണെന്ന് വരെ നമ്മൾ തീരുമാനിക്കുന്നത്. പല എക്സ്പെരിമെന്റും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് വഴിയാണ് തീരുമാനിക്കുന്നത്.
അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യത്തെ 2-3 എക്സാം എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ആക്ച്വലി തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് പല ഡയറക്ഷനിൽ പോവാം. ആ ഒരു സാധനം ജസ്റ്റ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ദിനകർ സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇതില് മുർഷിദ്, അത് ഒരു നമ്മുടെ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരു അൺസർട്ടൻ ഇവന്റ്സ് അല്ലേ, അത് നമുക്ക് ഫൈനാൻഷ്യലായിട്ട് ക്വാണ്ടിഫൈ ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയാണ് നമ്മൾ ശരിക്കും പറയാൻ വെച്ചാൽ ഒരു ആക്ച്വറിയൽ പേപ്പേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും എന്നാൽ ഇപ്പം പുതിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് മേജേഴ്സ് ആൻഡ് അക്വിസിഷൻ അല്ലേ, ഇപ്പം കമ്പനികൾ പലതും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ട്രാൻസാക്ഷനിൽ നടക്കുമ്പം ആക്ച്വറീസിന്റെ ഇൻവോൾവ്മെന്റ് അവിടെയുമുണ്ട്. പിന്നെ പറഞ്ഞു പറഞ്ഞാൽ പല സംഗതികളും ഒരു അൺസർട്ടൻ ആയിട്ടുള്ള ഇവന്റ്സ് വരുന്ന അതിന് ഫൈനാൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റുകയാണെങ്കിൽ അവിടെ നമുക്ക് ആക്ച്വറിയൽ പ്രിൻസിപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ജയസാഗർ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം കമ്പ്യൂട്ടർ അഡ്വാൻസ്മെന്റ് എല്ലാം കൊണ്ടും ഈ ഡാറ്റാ സയൻസിന്റെയും എല്ലാം അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടിംഗ് പവറും നമ്മളെ കൂടി. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ടും ഓരോ ഫീൽഡിലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആക്ച്വറീസിന്റെ എക്സ്പെർട്ടൈസ്. അതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. താങ്ക് യു. താങ്ക്സ് ബോത്ത്. നമ്മളിപ്പോ അടുത്ത ഇതിലേക്ക് പോവാണെങ്കിൽ ഈ ആക്ച്വറികൾ എവിടെയെല്ലാം വർക്ക് ചെയ്യുന്നു, ആക്ച്വറൽ അനലിസ്റ്റ്, പ്രൈസിങ് ആക്ച്വറിയെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അത് ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നിങ്ങളുടെ പ്രീമിയം നിശ്ചയിക്കുന്നത് ആ സംഭവം ഉണ്ടാകാനുള്ള സാധ്യത, ആ സംഭവം എന്ന് പറയുന്നത് അതൊരു രോഗമാവാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, അത് ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയാണെങ്കിൽ നിങ്ങൾ അത് എടുക്കുന്ന ആൾക്കാരുടെ മരണമാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്തിട്ട്, അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വെച്ചിട്ട് പ്രൈസിങ് ആക്ച്വറി എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ചെയ്യുന്നത് അതാണ്, ഈ പറഞ്ഞ സംഭവമാണ് ചെയ്യുന്നത്. അടുത്തത് ആക്ച്വറൽ അനലിസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഈ ഡാറ്റാ സയന്റിസ്റ്റ് ഒക്കെ കേട്ടിട്ടില്ലേ, ഡാറ്റാ സയന്റിസ്റ്റ്, ആക്ച്വറൽ അനലിസ്റ്റ്, ഇവർ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. അടുത്തത് വാല്യുവേഷൻ ആക്ച്വറി. എന്താണ് വാല്യുവേഷൻ? പല ആൾക്കാർക്കും അറിയാത്ത സംഭവം. നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വണ്ടി വിൽക്കാൻ പോകുന്നിരിക്കുക, നിങ്ങളുടെ കാറ് വിൽക്കാൻ പോയിരിക്കുക. ഈ കാറ് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടുന്ന് ഒരാൾ വരും അല്ലേ, ഒരാൾ വന്നിട്ട് വാല്യുവേഷൻ നടത്തും. ആ കാറിന് എത്ര വില കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്, അതാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പോളിസി എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കണക്കാക്കണം, എത്രയാണ് ലയബിലിറ്റി കീപ്പ് ചെയ്യാന്ന് കണക്കാക്കണം. ആ ലയബിലിറ്റി കീപ്പ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് വാല്യുവേഷൻ. അത് മാത്രമല്ല വാല്യുവേഷൻ, ഇപ്പൊ ഞാനൊരു കമ്പനി, ഇപ്പോൾ ദിനകർ സാർ പറഞ്ഞ പോലെ മെർജർ ആൻഡ് അക്വിസിഷൻ പറഞ്ഞു. മെർജർ ആൻഡ് അക്വിസിഷൻ, ഒരു കമ്പനി വേറൊരു കമ്പനി ഏറ്റെടുക്കുന്നിരിക്കുക. ഏറ്റെടുക്കുമ്പോൾ ആ കമ്പനി ഏറ്റെടുക്കുന്ന കമ്പനിയുടെ വാല്യൂ എത്രയാണെന്ന് നിശ്ചയിക്കണം. അതിന് പറയുന്ന പേരാണ് അപ്രൈസൽ വാല്യൂ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അപ്രൈസൽ. ഇത് അപ്രൈസൽ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിക്ക് തന്നെയുണ്ട്. വണ്ടിക്ക് ഡാമേജ് ആയിരിക്കുക, ആ വണ്ടിയുടെ വാല്യൂ പറയുന്ന പേരാണ് അപ്രൈസൽ വാല്യൂ. ഒരു അപ്രൈസർ വന്നിട്ട് വാല്യൂ എടുക്കും. നിങ്ങളിപ്പോ ഒരു സ്വർണം പണയം വെക്കാനോ വിൽക്കാനോ ചെല്ലുമ്പോൾ അതിന് അപ്രൈസ് ചെയ്യും ഇല്ലേ, അതിന് പറയുന്ന പേരാണ് അപ്രൈസൽ. അതുപോലെ നിങ്ങൾ ഒരു കമ്പനിയെ ഏറ്റെടുക്കുമ്പോൾ ആ കമ്പനിയുടെ വാല്യൂ കണക്കാക്കുന്നതിന് അതിന് പറയുന്ന പേരാണ് അപ്രൈസൽ വാല്യൂ. അപ്പൊ നോക്കുമ്പോൾ അതിൽ ലയബിലിറ്റി വരുന്നുണ്ട്, അതിന്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കണം. ഇതെല്ലാം ഒരു വാല്യുവേഷൻ ആക്ച്വറിയുടെ ജോലിയാണ്. ഇപ്പൊ അടുത്തതായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ അടുത്തതായിട്ട് നമുക്ക് IPO വന്ന കമ്പനികൾ നോക്കുക. ഞാൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ പേര് മാത്രം പറയുന്നുള്ളൂ, കാരണം എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പൊ അടുത്തതായിട്ട് IPO വന്ന കമ്പനികൾ അതൊക്കെയാണ് HDFC ലൈഫ്, SBI ലൈഫ്, ICICI പ്രൊഡൻഷ്യൽ, പിന്നെ ഏറ്റവും അടുത്ത് വന്നത് LIC ആണ്. LICയുടെ IPO വന്നു. ഇതിന്റെയൊക്കെ IPO വരുമ്പോൾ അതിന്റെയൊക്കെ അപ്രൈസൽ വാല്യൂ നിശ്ചയിക്കുന്നത്, അതിനെ പറയുന്ന അപ്രൈസൽ വാല്യൂക്ക് വേറൊരു ടൂൾ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് എംബഡഡ് വാല്യൂ. എംബഡഡ് വാല്യൂ എന്നുള്ള വാക്കൊക്കെ ഓർത്ത് വെക്കുക. ഇതെല്ലാം നിശ്ചയിക്കുന്നത് ഒരു ആക്ച്വറിയാണ്. ഇനിയിപ്പോ ഞാൻ മുമ്പൊരു കാര്യം, ഒരു ഖത്തറിലൊരു ഇൻഷുറൻസ് കമ്പനി വേറെ കമ്പനി ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അവിടെ ഡ്യൂ ഡെലിജൻസ് ചെയ്യണം. ആ ഡ്യൂ ഡെലിജൻസ് ചെയ്യണമെങ്കിലും ഒരു ആക്ച്വറിയുടെ ആവശ്യമുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് റിസ്ക് മാനേജർ. റിസ്കിന്റെ കാര്യം പറഞ്ഞു നമ്മൾ. റിസ്ക് എവിടെയൊക്കെ റിസ്ക് ഉണ്ടോ അവിടെയൊക്കെ ആക്ച്വറി ഉണ്ടെന്നാ പറയുന്നത്. അതിനുവേണ്ടി നമുക്കൊരു സർട്ടിഫിക്കേഷൻ പോലും ഉണ്ട്. ഇപ്പൊ ഞാനത് ഇന്ത്യയിലുള്ള ആക്ച്വൽ നമ്മൾ ഒന്നുകൂടി നോട്ട് ചെയ്യാം. ഇന്ത്യയുടെ ആക്ച്വറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസ് UK. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പ്രധാനമായിട്ടും. പിന്നെയുണ്ട് സൊസൈറ്റി ഓഫ് ആക്ച്വറീസ് ഒക്കെ ഉണ്ട്. സൊസൈറ്റി ഓഫ് ആക്ച്വറീസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓസ്ട്രേലിയ ഉണ്ട്. ഇതൊക്കെയാണ് ഓരോ കൺട്രീസിലുമുള്ള ആക്ച്വറൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അവർ കൊടുക്കുന്ന
IFOA, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസ്, UK, IFOA ഒരു സർട്ടിഫിക്കേഷൻ പോലും കൊടുക്കുന്നുണ്ട്. സെറ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് സർട്ടിഫൈഡ് എന്റർപ്രൈസ് റിസ്ക് ആക്ച്വറി, സർട്ടിഫൈഡ് എന്റർപ്രൈസ് റിസ്ക് ആക്ച്വറി. അപ്പൊ റിസ്ക് ആക്ച്വറി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ പോലും IFOA, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസ്, UK കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ്. ഇൻവെസ്റ്റ്മെന്റിലും ആക്ച്വറീസ് വേണം. അതായത് നിങ്ങൾ പൈസ വാങ്ങി ഒക്കെ പെട്ടിയിലിട്ടു, ശരി, ഇനി അത് ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലിക്വിഡിറ്റി ഇഷ്യൂസ് വരും. നിങ്ങൾക്കൊരാൾക്ക് 5 കൊല്ലം കൊണ്ട് പൈസ കൊടുക്കാൻ നിന്നിരിക്കുക, അയാളുടെ പൈസ കടം വാങ്ങിയിട്ട് നിങ്ങൾ 10 കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് സംഭവിക്കുക? നിങ്ങൾക്ക് 5 കൊല്ലം കഴിയുമ്പോൾ കൊടുക്കേണ്ട സമയത്ത് പൈസ ഉണ്ടാവില്ല, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടാവും. നിങ്ങളുടെ അസറ്റിന്റെ ഡ്യൂറേഷൻ ലയബിലിറ്റി ഡ്യൂറേഷനേക്കാൾ മുകളിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് സോൾവൻസി ഇഷ്യൂസ് വരും. കൊടുക്കേണ്ട സമയത്ത് പൈസ ഉണ്ടാവില്ല. അത് നേരെ തിരിച്ചും സംഭവിക്കാം. അപ്പോൾ അതിന് പറയുന്ന പേരാണ് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയാം. അപ്പോൾ അതിന് പറയുന്നതാണ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്. അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ആക്ച്വറീസിന്റെ വളരെയധികം ജോലികളിൽ ഒന്ന് മാത്രമാണ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്. അതിന് അസറ്റ് ലയബിലിറ്റി സ്ട്രാറ്റജി എന്നും വിളിക്കും. അടുത്തത് പെൻഷൻ കൺസൾട്ടന്റ്. പെൻഷൻ കൺസൾട്ടന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന് പണ്ട് ഇവിടെ കേരളത്തില് ഈ ആക്ച്വൽ സർട്ടിഫിക്കേഷൻ ചോദിക്കുമ്പോൾ, അതായത് 10 പേരുള്ള സ്ഥാപനം, അപ്പോൾ അവര് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവരെ ഓഡിറ്റ് ചെയ്തു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ചെല്ലുമ്പോൾ എന്ത് വെച്ചാൽ ലാസ്റ്റ് ഒരു വാചകം പറയും, ഞങ്ങൾക്ക് ഇതിന്റെ ലയബിലിറ്റി ഓഡിറ്റ് ചെയ്യാനായിട്ട്, ഗ്രാറ്റുവിറ്റി ഓഡിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആക്ച്വറീസ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് സർട്ടിഫൈ ചെയ്തിട്ട് കൊടുക്കാറ് പതിവ്. അപ്പോൾ ആക്ച്വറീസ് ആർ നോട്ട് അവൈലബിൾ എന്ന്. ഇപ്പോൾ കഥയൊക്കെ മാറി, എല്ലാം മാറി. അവർ പറയുന്നത് ആക്ച്വറീസ് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആക്ച്വറി സർട്ടിഫിക്കേഷൻ ഉണ്ടായേ പറ്റൂ എന്നുള്ള നിർബന്ധം ഇപ്പോൾ വന്നു. ഇപ്പോൾ കർണാടക ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടുണ്ട്, കേരള ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾ 5 പേരുള്ള സ്ഥാപനമാണെങ്കിൽ പോലും നിങ്ങളുടെ ഗ്രാറ്റുവിറ്റിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺസൾട്ടന്റിന്റെ സർട്ടിഫിക്കേഷൻ വേണം. അത് പെൻഷൻ കൺസൾട്ടന്റ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൺസൾട്ടന്റ് സർട്ടിഫിക്കേഷൻ വേണം. അതിന് ആക്ച്വറിയൽ സർട്ടിഫിക്കേഷൻ വേണം എന്നൊരു നിയമം. അപ്പൊ അതായത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും ചെറുകിട അല്ലെങ്കിൽ വൻകിട ആണെങ്കിലും എത്ര സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ആക്ച്വൽ സർട്ടിഫിക്കേഷൻ വേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണ്. ലാസ്റ്റ് പൊസിഷൻ സോൾവൻസി 2 ആൻഡ് IFRS 17. ഇതിലേക്ക് കൂടുതൽ ഞാൻ പറയുന്നില്ല, വളരെ ടെക്നിക്കലായി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലേക്ക് പറയുന്നില്ല. ഈ രണ്ടും സോൾവൻസി 2 എന്ന് പറയുന്നത് UK ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് സോൾവൻസി 2. ഈ ബേസൽ 2 എന്ന് ബാങ്കിൽ പറയുന്നത് പോലെ. IFRS 17 എന്ന് പറയുന്നത് ലോകമാകമാനം, അത് കേട്ടേ പറ്റൂ. നിങ്ങൾ ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്ന ആൾക്കാർ പോലും കേട്ടേ പറ്റൂ, CMA പഠിക്കുന്ന ആൾക്കാർ പോലും കേട്ടേ പറ്റൂ. IFRS 17 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് 17. അതായത് ലോകമെമ്പാടുമുള്ള എല്ലാ റിപ്പോർട്ടിങ്ങും IFRS 17ലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനുള്ള സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. അവിടെയും ചാർട്ടേഡ് അക്കൗണ്ടൻസും ആക്ച്വറിയും ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്താലേ ഇത് മൂവ് ചെയ്യുന്നുള്ളൂ. അതായത് ഇനി ഒരു പ്രൊഫഷൻ മാത്രമായിട്ട് ഐസൊലേറ്റഡ് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരും ചാർട്ടേഡ് അക്കൗണ്ടൻസും ആക്ച്വറിയും ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് പ്രൊസീഡ് ചെയ്താലേ ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ചില റോൾസ് മാത്രം. അടുത്തത്, നമുക്ക് ഒരു ആക്ച്വറി ആവണമെങ്കിൽ എന്തെല്ലാം സ്കില്ലാണ് നിങ്ങൾക്ക് വേണ്ടത്? ആക്ച്വറി എന്ന് പറയുന്നത് നമുക്ക് നോളജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ച് സ്കില്ലൊക്കെ വേണം. എല്ലാവരും നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലും നിങ്ങൾ മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ലല്ലോ പഠിക്കുന്നത്. പല ആൾക്കാരും എക്സൽ വേണം, എക്സൽ പഠിക്കുന്നുണ്ട്. എക്സൽ ഇല്ലാതെ നമുക്ക് നമ്മുടെ GUI ആണ് ഇപ്പൊ എക്സൽ. ഇനിയിപ്പോൾ ആ എക്സൽ മാറിയിട്ട് വേറെ എന്തെങ്കിലും കൈമാറും. ഇപ്പൊ തൽക്കാലം എക്സലാണ്. എക്സൽ പഠിക്കാണ്ട് നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എക്സൽ മോഡലിംഗ് പഠിക്കാണ്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പഠിച്ചോട്ടെ, പക്ഷെ എക്സൽ പഠിക്കണം, അങ്ങനെ ആവശ്യമുണ്ട്. ഇനി എക്സൽ മാറിയിട്ട് അടുത്തേക്ക് പോകുന്ന അറിയില്ല. അത് മാത്രമല്ല, ഇതിൽ കുറച്ച് പ്രോഗ്രാമിങ്, പൈത്തൺ, VBA. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി നമുക്ക് പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല, എല്ലാവരും പ്രോഗ്രാമേഴ്സാണ്. അപ്പോൾ അതെന്തുണ്ടാവും, ഇതിനെല്ലാറ്റിനും കൂടി എല്ലാവരും ഈ പൈത്തോൺ, പിന്നെ അതുപോലെ പ്രോബ്ലം സോൾവിങ്, ഇതിലെല്ലാറ്റിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗണ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ആക്ച്വറീസും ഒരു പ്രോഗ്രാമേഴ്സ് ആണ്. അപ്പോൾ ഒരു ആക്ച്വറി ആവണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നോളജ് മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അക്കൗണ്ടൻസി. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടത് ഒരു മോഡലിംഗ് സ്കില്ല്. മോഡലിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്ലാൻ, ഒരു കമ്പനിയുടെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്നിരിക്കുക. ഒരു ബിസിനസ് പ്ലാൻ, അടുത്ത 5 വർഷം എത്രത്തോളം ബിസിനസ് വേണ്ടി വന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം ക്യാപിറ്റൽ വേണ്ടി വരും, എത്രത്തോളം ക്യാപിറ്റൽ വേണ്ടി വരും, എത്രത്തോളം നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാവും അടുത്ത 5 കാലത്തേക്ക്. നിങ്ങൾ ഇത്രയും ബിസിനസ് വന്നാൽ നിങ്ങളുടെ റവന്യൂ അക്കൗണ്ട് ഇങ്ങനെയായിരിക്കും, നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെന്ന് പറയുന്ന പേരാണ് എന്താ, ബിസിനസ് പ്ലാനിങ്.
ഈ ബിസിനസ് പ്ലാനിങ് ചെയ്യണമെങ്കിൽ ഈ ആക്ച്വലി ഇതുപോലെയുള്ള ഈ മെത്തേഡുകൾ, ഈ മോഡലിംഗ് സ്കിൽസ് അല്ലെങ്കിൽ പൈത്തൺ, അതുകൊണ്ടാണ് ഈ പാഠ്യപദ്ധതിയിൽ, അതായത് IFOയുടെയും IAI എന്ന് പറയുന്നത് നോട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് നോട്ട് ചെയ്യാം. IAI എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ, IFOA എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസ് UK, ഇനി സൊസൈറ്റി ഓഫ് ആക്ച്വറീസ് ഉണ്ട്. ഇവരെല്ലാവരും അവരുടെ പാഠ്യപദ്ധതികളിൽ ഈ മോഡലിംഗ്, അതായത് പൈത്തൺ എല്ലാം ഓൾറെഡി ഉൾപ്പെടുത്തി കഴിഞ്ഞു. കാരണം ടെക്നിക്കൽ സ്കിൽ ഇല്ലാതെ ഇനി ആർക്കും, നമ്മൾ പറയില്ലേ ഡ്രൈവിംഗ് അറിയാതെ നിങ്ങൾ നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയും. ഇപ്പൊ എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയണല്ലേ, ഒരു എല്ലാവർക്കും ഡ്രൈവിംഗ്, പെൺകുട്ടികളടക്കം, അതായത് കൊച്ചു കുട്ടികളൊക്കെ 18 വയസ്സായ ഡ്രൈവിംഗ് അറിയാതെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഇനി ഈ ലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ മോഡലിംഗ് സ്കില്ല് ഇതുപോലെ എന്തെങ്കിലും അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് എല്ലാ പാഠ്യപദ്ധതികളിലും ഈ പൈത്തൺ BBA എന്നുള്ളത് ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ, ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഈ സന്ദർഭത്തിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ആക്ച്വറിയൽ ലേബർ മാർക്കറ്റ്, ഇന്ത്യയിലെ മാർക്കറ്റ് വേറെ ഒരു രാജ്യത്തും ഇല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് മാർക്കറ്റ് ഉണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനീസ്, അതായത് SBI, പിന്നെ HDFC, ഇങ്ങനത്തെ ഇന്ത്യൻ കമ്പനികളല്ലേ, അവർ പോളിസി വിൽക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിനാണ് അവർ പോളിസി വിൽക്കുന്നത്. രണ്ടാമത്തെ മാർക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഇൻഷുറൻസ് കമ്പനീസ് അവരുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ഓർഗനൈസേഷൻസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഈ ജോലിയിൽ കയറുന്നതിന് മുമ്പ് ഞാൻ മെറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് ജോലി ചെയ്തിരുന്നത്. ആ മെറ്റ് ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിക്ക് PNB മെറ്റ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് വെഞ്ചർ ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് വേറെ ലീഗൽ എൻറ്റിറ്റിയാണ്. ഞാൻ വർക്ക് ചെയ്തത് മദർ മെറ്റ് ലൈഫിന്. ആ കമ്പനിയിൽ ലോകമൊട്ടാടും കൂടെ 1000 ആക്ച്വറീസ് ഉണ്ടായി. എല്ലാവരും എക്സാം പാസ്സായവരല്ല, 1 മുതൽ മുഴുവൻ എക്സാം പാസ്സായ 1000 പേരുണ്ടായി. അതിൽ 300 പേരെ അവർ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 30% ആളുകൾ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു രാജ്യത്തിനും നമ്മൾ ചെയ്യുന്ന സ്കെയിലിൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും യങ് ആയിട്ടുള്ള അംബീഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിലും ചൈനയിലും മാത്രമേ ഉള്ളൂ. പക്ഷെ ചൈനയിൽ പോകാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം അവിടെ കമ്മ്യൂണിസം ആണ്, അവിടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനീസ് എല്ലാം വരുന്നത് ഇന്ത്യയിലോട്ടാണ്. അപ്പോൾ ഒരു 10-35 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും ആക്ച്വറിയൽ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്. ഇപ്പോൾ IT ക്യാപിറ്റൽ ഇന്ത്യയല്ലേ. IT ഫുൾ കാര്യങ്ങളും നടക്കുന്നത് ബാംഗ്ലൂരും കാര്യങ്ങളിലും ഒക്കെയാണ്. ഏറ്റവും കൂടുതൽ IT വർക്ക് നടക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ ഒരു ടെൻഡൻസി ആക്ച്വറിയലിനും വരും. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റീസിലേക്ക് കടക്കാനുള്ള ഒരു നല്ല സമയമാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ കമ്പനികൾ വരുന്നത് കാരണം ഡിമാൻഡ് ഭയങ്കര കൂടിയിട്ട് സാലറി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും സപ്ലൈ വരുന്നില്ല, അത്രയും ആളുകൾ എക്സാം എഴുതി ആക്ച്വറി ആവുന്നില്ല. അധികം എക്സാം എഴുതുന്ന ആളുകളും ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് എക്സാം എഴുതുന്നവർ വളരെ കുറവാണ്. കാരണം ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കുറവാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപാട് കാലം എടുക്കും. പക്ഷേ ബിൽ ഗേറ്റ്സ് പറഞ്ഞൊരു സേയിങ് ഉണ്ട്. അതായത് ഓരോ മനുഷ്യനും ചെറിയൊരു ടൈം പീരീഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും, വലിയൊരു ടൈം പീരീഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അത് വളരെ ക്ലിയർ ആണ്. കാരണം നിങ്ങൾ എക്സാം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഇത് ഒരുപാടുണ്ടല്ലോ, കുറേ സമയം എടുക്കുമല്ലോ. പക്ഷേ നിങ്ങൾ 1 എടുത്ത് 2 എടുത്ത് നിങ്ങൾ സമയം പോകുന്ന അറിയത്തില്ല. പിന്നെ നിങ്ങൾ സ്കൂളിലും കോളേജിലും എക്സാം എടുക്കുന്ന പോലെയല്ല, നിങ്ങൾക്ക് വേണ്ട സമയത്ത് സ്കെഡ്യൂൾ ചെയ്യാം. പല കമ്പനികളും എക്സാം പഠിക്കാനുള്ള പിന്നെ സൗകര്യങ്ങൾ ചെയ്തു തരും, അതിൻ്റെ കോസ്റ്റ് അവരെടുക്കും. അങ്ങനെ പല പല സപ്പോർട്ടുകളും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് പേടിച്ച് നിങ്ങൾ ഓടരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ജയസാർ കുറച്ചുകൂടി ഡീറ്റെയിൽസ് തരുമായിരിക്കും മുമ്പോട്ട് പോകുമ്പോൾ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ നടക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു മനുഷ്യനും ഇത് കണ്ടിട്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് 100% ഇത് തുടക്കത്തിൽ വരുന്നവർ വളരെ കുറവായിരിക്കും. അവരത് ചെയ്തു നോക്കി ഇത് നടന്നു, അടുത്ത സ്റ്റെപ്പ് ചെയ്യട്ടെ, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പോകുമ്പം തന്നെ നമുക്ക്
ജോലിയും കിട്ടും. ഫുള്ള് പരീക്ഷ പാസ്സാവേണ്ട കാര്യമില്ല, ജോലി കിട്ടും. ആ ഒരു പോയിന്റ് കൂടെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. ദിനകർ സാർ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നോ? മുർഷിദ്, അതെ, പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി സപ്പോർട്ടില്ല. അത് പിന്നെ നമുക്ക് സ്റ്റഡി ലീവ് കിട്ടും അല്ലേ? പിന്നെ ഒരു പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. പിന്നെ പോരാത്തതിന് കോസ്റ്റ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇൻഷുറൻസ് കമ്പനി സപ്പോർട്ട് ചെയ്യും. ശരിക്കും പറയാന്ന് വെച്ചാൽ അതൊരു വേറൊരു എന്താ പറയണ്ടേ ഓപ്പർച്യൂണിറ്റിയാണ്. സ്റ്റഡി ആൻഡ് വർക്ക്, റൈറ്റ് അല്ലേ? പിന്നെ വെറും സ്റ്റഡീസ് മാത്രമല്ല, നമ്മൾ അതിൻ്റെ കൂടെ വർക്കും കൂടി ചെയ്യുമ്പോൾ ഇല്ലേ, അത് ശരിക്കും ആക്ച്വലി സ്റ്റുഡൻസിന് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു ഓപ്പർച്യൂണിറ്റി. ശരിക്കും ഒരാൾ അതിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നമ്മളെ സ്റ്റഡീസിൻ്റെ കൂടെ വർക്കും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വറിയൽ ഫീൽഡ്. അതൊരു നല്ലൊരു കാര്യമാണ്, അത് ഹൈലൈറ്റ്. പിന്നെ വേറൊന്നുണ്ട്, നമ്മളിപ്പം പറഞ്ഞു ഇപ്പം ജയസാഗർ എന്തെല്ലാം ഇൻഷുറൻസ് കമ്പനീസിൻ്റെ തന്നെ ഏതെല്ലാം ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓഫ് ലൈറ്റ് ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സിലെ ഇവർ ആക്ച്വറീസ് CFO ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം 2-3 കമ്പനീസിൻ്റെ CEOസും ആക്ച്വറീസ് ആണ്. അപ്പം അതിന് ശരിക്കും ഇമ്മൻസ് പൊട്ടൻഷ്യലാണ്. ശരിക്കും അത്ര ഇതാണ് ഇൻഷുറൻസ് കമ്പനീസ് തന്നെ അവർ വേരിയസ് ഫീൽഡിൽ ആക്ച്വറീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ബിസിനസ് നോളജ് ഉണ്ടാവും. അവർക്കറിയാം അതിൻ്റെ റിസ്ക്കും അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും റിസ്ക് പിന്നെ എന്താ പറയണ്ടേ, അതിനെ കുറക്കല്ല വേണ്ടത്. ആ റിസ്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റും, അത് ആക്ച്വറീസ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും ഒരു ഇൻഷുറൻസ് കമ്പനീസിനോ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. താങ്ക് യു. താങ്ക്സ് മുർഷിദ് ആൻഡ് ദിനകർ സാർ. ആക്ച്വലി ഞാൻ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയാണ്. ഇപ്പൊ ഞങ്ങളും ഇത് ഈ കരിയറിന്റെ തുടക്കത്തിൽ, കാരണം ഇത് കുറച്ച് ഈ സബ്ജക്റ്റിന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾ ചെറിയൊരു പാസ്റ്റ് പറയാതെ പറ്റില്ല. കാരണം നമ്മളൊക്കെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ പല ആൾക്കാരും നമ്മളെ എൻകറേജ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ അത് ആ ഡിസ്കറേജ്മെന്റ് ഇപ്പോഴും ഈ സമൂഹത്തിൽ നിലവിലുണ്ട്. അത് നിലവിലുള്ള കാരണം എന്താ വെച്ചാൽ പലർക്കും ഇതിനെ പറ്റി അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. അതായത് എനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. എനിക്കറിയാത്തതൊന്നും യൂസ്ലെസ് ആണെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ അവർക്ക് അറിയാത്ത പലതുണ്ട്. നമ്മളൊരു കാര്യങ്ങൾ ഡിഗ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല. ഇപ്പോ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. ഉദാഹരണമായിട്ട് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാല് എന്താണ് ആക്ച്വറൽ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫസേഴ്സ് അടക്കം പറയും, എനിക്കറിയില്ല, അത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അതായത് അവർക്ക് അറിയാത്തതൊക്കെ ഒന്നും കാര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. പൊതുവെ സമൂഹം അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അറിയാത്ത പലതും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരും ഓർത്തിരുന്നാൽ അത് നന്നായിരിക്കും. അല്ലെങ്കിൽ ആ ഡിഗ് ചെയ്യാനുള്ള ഒരു മനസ്സില്ലാതെ പോയില്ലെങ്കിൽ നമ്മൾ എവിടെ എത്താൻ പറ്റില്ല. ഞങ്ങൾക്കിപ്പോൾ വളരെയധികം ചാരിതാർത്ഥ്യം 2-3 പേർക്കും വരുന്ന ചാരിതാർത്ഥ്യം ഇപ്പം ഫരീദ് സാറിന് അടക്കം. കാരണം മറ്റുള്ളവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത മേഖലകളിലേക്ക് അവരുടെയൊക്കെ ഡിസ്കറേജ്മെന്റ് ഉണ്ടായിട്ട് പോലും അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് അത് വലിയൊരു ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ ഇതിന്റെ അടക്കം. മറ്റുള്ളവരും ഈ മേഖലകളിലേക്ക് വരണം എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു. മുർഷിദ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ 600 പേര് പറഞ്ഞപ്പോൾ 600 പേരും ആക്ച്വറീസ് ആണ്, എല്ലാ പേപ്പറുകളും കഴിഞ്ഞ ആൾക്കാർ. അപ്പൊ ആക്ച്വറീസ് എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നത് എല്ലാ സബ്ജക്റ്റിലും ക്ലിയർ ചെയ്ത ആൾക്കാരാണ് ആക്ച്വറീസ് എന്ന് പറയുമെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2-3 പേപ്പർ ജോലി കിട്ടിയാലും ജോലി സാധ്യതകൾ കൊടുക്കുന്ന ഒരു തൊഴിൽ മേഖല ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ നിങ്ങൾ സിവിൽ സർവീസിനെ പോകണമെന്ന് വെച്ചാൽ ശരിയാ. സിവിൽ സർവീസിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇന്റർവ്യൂ പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും UPSCയുടെ ഏതെങ്കിലും ജോബിൽ നിങ്ങൾക്ക് ഇരിക്കാം, ലാസ്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ അറിവ്. അതുപോലെ അതിനേക്കാളും ഒന്നുകൂടി കടന്നാലേ ഇതിൽ നിങ്ങൾക്ക് 2-3 സബ്ജക്റ്റ് പാസ്സായാലേ നിങ്ങൾക്ക് തൊഴിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ തന്നെ പല ഘട്ടങ്ങളുണ്ട്. എല്ലാ പേപ്പറും പാസ്സായ ആളെ ഒരു ഫെല്ലോ എന്ന് വിളിക്കുന്നു. കുറച്ച് ഒരു ഘട്ടം കഴിഞ്ഞ ആൾക്കാരെ അസോസിയേറ്റ് മെമ്പർ എന്ന് വിളിക്കുന്നു. അതായത് 3 പേപ്പർ പാസ്സും 4 പേപ്പർ പാസ്സും ബാക്കിയുള്ള ആൾക്കാർ. അതല്ല, അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ചില സ്പെസിഫൈഡ് നമ്പർ ഓഫ് പേപ്പേഴ്സ് പാസ്സായ ആൾക്കാരെ അസോസിയേറ്റ് എന്ന് വിളിക്കുന്നു. പിന്നെ ചാർട്ടേഡ് ആക്ച്വറി ഉണ്ട്. അങ്ങനെ പല ഗ്രേഡുകളുണ്ട്. അതല്ല, 3 പേപ്പർ പാസ്സായാലും ഇതിൽ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ, സ്ഥാപനങ്ങൾ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്നുകൂടി നോട്ട് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസ്, IFOA, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസ് UK ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ, അത് IAI, ഇതൊരു സ്ഥാപനം. അടുത്തൊരു സ്ഥാപനം SOA, സൊസൈറ്റി ഓഫ് ആക്ച്വറീസ്, US, അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഫെല്ലോ മെമ്പർഷിപ്പ് എടുക്കാം, അല്ല അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുക്കാം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ ഞാനും ദിനകർ സാറ്, പിന്നെ അതുപോലെ ഫരീദ് സാറൊക്കെ, ഞങ്ങളൊക്കെ IAI IFIA മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. മുർഷിദ് SOA മെമ്പർ ആണെന്നാണ് എൻ്റെ അറിവ്, FSA അല്ലെ? FSA ആണ് മുർഷിദ്, FSA ആണ്, US എന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കാം. എവിടെ എടുത്താലും നിങ്ങൾക്ക് ആ ഒരു പല സ്ഥാപനങ്ങളുണ്ട്, അവർ കൊടുക്കുന്ന ഫെലോഷിപ്പുകളുണ്ട്, അസോസിയേറ്റ്ഷിപ്പുകളുണ്ട്. അപ്പോൾ സ്പെസിഫൈഡ് കരിയർ ഗ്രോത്തിനെ പറ്റി പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ പല ആൾക്കാരും സ്ലോ ആവും ഇത് എടുക്കാനായിട്ട്, കംപ്ലീറ്റ് ചെയ്യാൻ. എന്താ കാരണം വെച്ചാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പല ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് ജോലി കിട്ടാന്നുള്ളൊരു ഇതാണ് മാത്രമല്ല, ജോലി കിട്ടി കഴിഞ്ഞാൽ പല ആൾക്കാരും അവരുടെ വർക്ക് കുറച്ച് ഡള്ളാക്കും. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും സ്പീഡ് കുറയുന്നത്. അപ്പം നിങ്ങൾക്ക് ജോലി വേണോ എന്ന് തീരുമാനിക്കാം. ജോലി കിട്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് വേറെ തീരുമാനം, അത് നിങ്ങളുടെ തീരുമാനമാണ്. അത് നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ ജയസാഗർ, അതിനു മുമ്പ് ചെറിയൊരു ആഡ് ഞാൻ പറഞ്ഞോട്ടെ. അതായത് പൊതുവെ നിങ്ങൾ നേരത്തെ പറഞ്ഞു ആൾക്കാർ 2 പേപ്പർ കഴിഞ്ഞിട്ട് പോവാം, 3 പേപ്പർ കഴിഞ്ഞിട്ട് പോവാം. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഇൻസിസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ട് കുട്ടികളെ ഗ്രാജുവേഷൻ കഴിയലോടുകൂടി ഈ 7 പേപ്പറും കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മറ്റേതിനെക്കാട്ടും വ്യത്യസ്തമാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഒരു പ്രൊഫഷണൽ മാക്സിമം കംപ്ലീറ്റ് ചൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഉടനെ തന്നെ അസോസിയേറ്റ് ആവാൻ പറ്റും. അത് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂ തന്നെയാണ്. അതായത് 2 പേപ്പറും 3 പേപ്പറും കഴിഞ്ഞു, ജോലി കയറി, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്, പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. അപ്പം വല്ലാതെ ഡിലേ വരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ മുർഷി പറഞ്ഞ പോലെ 35, 40, 45 വയസ്സാവുന്ന സമയത്ത് മാത്രമേ 7 പേപ്പർ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യം ഇന്നത്തെ ഒരു ഇതിലുണ്ട്. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഇന്ത്യയുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും 21, 22, 23 വയസ്സിലൊക്കെ ഫെലോ മെമ്പറായ ആൾക്കാർ ഇപ്പം വന്നുകൊണ്ടിരിക്കും. വളരെ കുറഞ്ഞതാണ്, വളരെ നമ്പർ കുറവാണ്, 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ വളരെ കുറഞ്ഞ നമ്പർ ഇപ്പൊ വരുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, ഈ ഇപ്പൊ നിങ്ങൾ ഒരുപാട് മേഖലകൾ, കൂടുതലും ഇൻഷുറൻസ് മേഖലയും ബാങ്കിങ് മേഖലയാണ് കാര്യമായിട്ട് നമ്മൾ പ്രതിപാദിച്ചത്. ശരിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഫോർഡിൽ വർക്ക് ചെയ്യുമ്പോൾ, ഫോർഡിലേക്ക് ചേരുന്ന സമയത്ത് അവിടുത്തെ വർക്ക് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആ സമയത്ത് ആക്ച്വറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആക്ച്വറിയിൽ ചേർക്കേണ്ട വന്നു. ഇനീഷ്യലി എനിക്ക് ആക്ച്വറി കിട്ടാൻ പ്രയാസമായിരുന്നു. കാരണം അവരൊക്കെ വെൽ പ്ലേസ്ഡ് ആണ്, നല്ല പേർക്സ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവരിങ്ങോട്ട് കിട്ടാൻ കുറച്ച് പ്രയാസം. പക്ഷെ എന്നാലും ഒരു 3-4 പേരെ എനിക്ക് കിട്ടി. അപ്പൊ കൃത്യമായിട്ട് എനിക്ക് അസസ് ചെയ്യാൻ പറ്റിയത് അവരുണ്ടാവും. വളരെ, കാരണം ഒരു MSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 1-2 എക്സ്പീരിയൻസിൽ ഒരു അനാലിറ്റിക്സ് ആയിട്ട് വരുന്ന ആൾക്കാരും ഒരു ആക്ച്വറി ഫീൽഡിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ പേപ്പേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരുടെയും അവരുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസ് വളരെ വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിലേക്ക് വരുന്നത്. എനിക്ക് ആ സമയത്തുള്ള എൻ്റെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് വലിയ കാരണമായത് എനിക്ക് നല്ല ആക്ച്വറീസിനെ കിട്ടി എന്നുള്ളതാണ്. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കൂടുതൽ റിസ്കിലായിരുന്നു. കാരണം ഞാൻ ഫോർഡ് ക്രെഡിറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ വണ്ടി വാങ്ങുമ്പോൾ അവർ അതിനെ ഫിനാൻസ് ചെയ്യുകയും ചെയ്യും. ഈ ഫിനാൻസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിന്റെ റിസ്ക് അസസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അവർ വരുന്ന സമയത്ത് അവർ റിസ്ക് എന്താണ്, അവർ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, മീനിങ് അവർ ഓരോ മാസവും അവർ പേയ്മെന്റ് നടത്തുന്നുണ്ട്. ആ പേയ്മെന്റ് നടത്തുന്നത് അത് പേയ്മെന്റ് തെറ്റാൻ സാധ്യതയുണ്ടോ, അത് തെറ്റുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് തെറ്റുന്നത്, അങ്ങനെയുള്ള സാധ്യതകൾ നോക്കണം. അപ്പൊ നമ്മുടെ കിട്ടിയ ഫണ്ട്, ആ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ആ ഫണ്ട് നമ്മൾ ഇനി വരുന്ന ആൾക്കാർക്ക് കടം കൊടുത്തിട്ട് യൂസ് ചെയ്യണോ, അനി അല്ല വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ. ട്രഷറി അനാലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖല അങ്ങനെയായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ടും വളരെ നന്നായിട്ടും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് എൻ്റെ ആക്ച്വറീസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം അതായത് ആക്ച്വറീസ് എന്ന് പറയുന്നത് ഒരു ഇവന്റ് നടക്കുന്നു, ആ ഇവന്റിന് സർട്ടൻ പ്രോബിലിറ്റീസ് നിങ്ങൾക്ക് മോഡൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ സ്ട്രാറ്റജിക് ഡിസിഷനിൽ അത് ഭയങ്കരമായിട്ട് സാധിക്കും. അത് ഏത് മേഖലയിലുള്ള കാര്യമായാലും
കൃത്യമായിട്ട് ഒരു പ്രോബബിലിസ്റ്റിക് ഇവന്റ് ആണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യപ്പെടുന്നെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ രീതിയിൽ ഇന്ന് കാണുന്ന ഒരു 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 ടീച്ചിങ് മെത്തഡോളജി ഉള്ളത് ആക്ച്വറിൽ മാത്രമാണ്. ബാക്കിയൊക്കെ ഒരു ടൂൾസ് പഠിച്ചു പോകുന്നുള്ള രൂപം മാത്രമാണ്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് ഇവിടെ ഒന്ന് പറയേണ്ടതുള്ളതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു സർ. നമ്മള് ഇപ്പൊ ഇതിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ഇപ്പൊ പല ആൾക്കാരും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഠിപ്പ് നിർത്തും അല്ലെ? പല ആൾക്കാരും അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഘട്ടങ്ങളിലാണ് ചിലപ്പോൾ ഇതിനെ ആക്സലറേറ്റ് ചെയ്യുന്നത്, ഡിസലറേറ്റും ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഘട്ടത്തിൽ പറഞ്ഞാൽ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് സബ്ജക്ട് പാസ്സാവുന്നത്. പക്ഷെ എന്റെ മോഡൽ എല്ലാവരും പിന്തുടർന്നിട്ട് കാര്യമില്ല. അപ്പൊ അതല്ല, കല്യാണം കഴിയില്ലല്ല, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പാസ്സാവും, പരീക്ഷ പാസ്സാവും, എളുപ്പം ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പല ആൾക്കാരും എന്താ വെച്ചാൽ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം കൊണ്ടും അതുപോലെ ചില ആൾക്കാർ അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിലേക്ക് പോകുന്ന കാരണം കൊണ്ടാണ് ഇതിന്റെ എക്സാം പാസ്സാവാൻ കുറച്ച് ഡിലേ വരുന്നത്. അടുത്തൊരു പോയിന്റ് ഞാൻ വിട്ടുപോയത്, ഇവിടെ പറയാൻ വിട്ടുപോയത് കണ്ടിന്യൂഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, CPD എന്ന് പറയും. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനുണ്ട് CPD. അവർക്ക് ഇത്രയും മെമ്പറായിട്ട് തുടരണമെങ്കിൽ ചില പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ചില ആക്ടിവിറ്റീസ് ചെയ്തേ പറ്റൂ. അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചില സെമിനാറുകൾ നടത്തണം, നിങ്ങളുടെ കുറച്ച് ഡെവലപ്മെന്റിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നടത്തണം, അങ്ങനെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രൊഫഷണലിൽ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ഈ CPDയുടെ ഭാഗമാണ്. ശരിക്കും പ്രൊഫഷണലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഞങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ് കണ്ടിന്യൂഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നുള്ളത് ഈ അവസരത്തിൽ പറയാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്ലൈഡ്. ആരും ഓർമ്മില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് ഡ്രിവൺ ബൈ ദ റെഗുലേറ്ററി ഫോംസ്, സാലറീസ് ഇൻക്രീസ് 8 to 12% ആനുവലി. അടുത്ത സ്ലൈഡും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതാണല്ലോ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കി ഇരിക്കുന്ന സംഭവം. സാലറി എത്രയായിരിക്കുന്നതാണ് പലരും പറയുന്നത്. പക്ഷെ സാലറി എത്രയായിരിക്കുന്നത് ഞാനൊരു ഗ്യാരണ്ടി ഒന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ സാധാരണ കാണുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം കണ്ടെന്ന് മാത്രം. ഇതുപോലെ പല ഇൻഷുറൻസ് സ്ഥാപനങ്ങളുണ്ട്, പല IT സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ കൊല്ലത്തിലെ 8 to 12% ആനുവലി സാലറി ഇൻക്രീസ് ഉണ്ട്. അടുത്തേക്ക് പോകുമ്പോൾ ഇതാണ് ഒരു സാലറി റേഞ്ച്. ഈ സാലറി റേഞ്ച് നമ്മുടെ സാലറി റേഞ്ച് നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് അത്രയുണ്ട്, നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്, നമ്മുടെ എക്സ്പീരിയൻസ് മാത്രം പോരാ, നമ്മുടെ എത്ര സബ്ജക്ട് പാസ്സാവുന്നു അതനുസരിച്ചിട്ട് ഇതിന്റെ ഒരു കറക്ഷൻ. എൻട്രി ലെവൽ സ്റ്റുഡന്റ് ഫെലോസ് അല്ലേ? 5 to 6 എൻട്രി ലെവൽ ഫെലോസ് അല്ല, അത് എൻട്രി ലെവൽ സ്റ്റുഡന്റ് ഫെലോസ് ആണ്. എൻട്രി ലെവലാണ്, ഫെലോസ് അല്ല, എൻട്രി ലെവലാണ്. ഫെലോസ് വേണ്ട. അതെ, ഫെലോസ് വേണ്ട. സ്റ്റുഡൻസ് ആയിട്ട് 2-3 പേപ്പർ പാസ്സായ ആൾക്കാര് ജോലി കയറിയാണെങ്കിൽ കിട്ടുന്ന എമൗണ്ട് ആണ് അല്ലേ? ഫസ്റ്റ് സാലറി, ഫസ്റ്റ് ജോബിന്റെ സാലറി ആണ്. അതെ, ഫെലോസ് അല്ല. ഇത് ജസ്റ്റ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം ഇതൊരു റേഞ്ച് മാത്രമാണ്. അടുത്തത്, ഇവിടെ ഇന്ത്യയിലെ റെഗുലേഷൻ, ഇന്ത്യയിലെ ആക്ച്വൽ സയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ റെഗുലേറ്റ് ചെയ്യുന്ന 2 ബോഡികളാണ്. ഒന്ന് IRDAI, ഇൻഷുറൻസ് ആൻഡ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ. അതായത് പ്രൊഫഷണൽ ഗൈഡ് ലൈൻസ് ഒക്കെ തരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഞാൻ എപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ പറയാൻ കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ആൾക്കാർ ഫെമിലിയർ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. നമുക്കത് പറയാതെ ചിലപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ IAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലുള്ള ഗൈഡ് ലൈൻസ്, ഇവർക്ക് കൊടുക്കുന്ന ആക്ച്വറീസിന്റെ ഗൈഡ് ലൈൻസ്, പിന്നെ അവർക്കുള്ള കണ്ടിന്യൂഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, പിന്നെ പറയും COP, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, ഇതെല്ലാം കൊടുക്കുന്നത് IAI. IAIയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ ഇന്ത്യയിലുള്ള പല വർക്കുകളും ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഇവിടെ അപ്പോയിന്റഡ് ആക്ച്വറിയുടെ നിയമനങ്ങളെല്ലാം വരുന്നത് IRDAI മുഖേനയാണ്. ഇതെല്ലാം ഈ ആക്ച്വറീസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ചില IRDA സ്പെസിഫൈ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, IAI സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത് മുഖേനയാണ് ഇതെല്ലാം ആക്ച്വറീസിന്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് പറയുന്ന വേണ്ട സ്കില്ലുകളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാത്സ്, ഡാറ്റ അനാലിസിസ്, പ്രോഗ്രാമിംഗ് സ്കില്ലെല്ലാം ഇവർക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി പെട്ടെന്ന് ഒരു ഇൻസോൾവെന്റ് ആവുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇഷ്യൂസ് വന്നു എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ആക്ച്വറീസിന് ഉണ്ടാവണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ നേപ്പാളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആക്ച്വറീസ് ആണ്. നേപ്പാളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ള മോഡലുകൾ ചിലപ്പോൾ അവിടെ വർക്കൗട്ട് ആവില്ല. ഇപ്പൊ നേപ്പാളിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ റിസ്ക് ആണ് ക്ലൈമറ്റ് റിസ്ക്. കാരണം നേപ്പാളിൽ ഇടയ്ക്കിടയ്ക്ക് എർത്ത് ക്വേക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ എങ്ങനെ തീരുമാനമെടുക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉദാഹരണം പറയാം. ഗ്ലോബൽ വാർമിംഗ് അടുത്ത റിസ്ക് ആണ്. ഗ്ലോബൽ വാർമിംഗ് അല്ലെ, സുനാമി ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ്, ക്രിട്ടിക്കൽ, അതുപോലെ ക്ലൈമറ്റ് റിസ്ക്, ഗ്ലോബൽ വാർമിംഗ്, ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മോഡൽ ചെയ്യാനുള്ളതും റിസ്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ആക്ച്വറീസിന് ഉണ്ടാവണം. അതും ഇതിന്റെ ഒരു മേഖലയാണ് ആക്ച്വറീസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആക്ച്വറീസ് ഉണ്ട്. റിസ്ക് മാനേജ്മെന്റ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആക്ച്വറീസ് ഉണ്ട്. ഇതാണ് ആക്ച്വറീസിന്റെ ഇമ്പോർട്ടൻസ്. അടുത്തത് ഏറ്റവും അവസാനത്തെ ഇതിന്റെ മൂന്നാമത്തെ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് വലിയ വിവരമുണ്ട്, പക്ഷെ എനിക്ക് മിണ്ടാൻ പറ്റിക്കൂടാ, ഓർമ്മയുണ്ട് മിണ്ടാൻ പറ്റിക്കൂടാ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് പറയണം, ഞാനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, ശരി, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളുമായിട്ട് സംസാരിക്കണം. ഞാനൊരു ഇൻഷുറൻസ് മേഖലയുടെ തലപ്പത്തിരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പോളിസി ഹോൾഡേഴ്സിന് സംസാരിക്കണം. അവരുടെ സംശയങ്ങൾ ഞാൻ ദൂരീകരിക്കണം. അപ്പൊ അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ അവരുടെ സംശയങ്ങൾ ആദ്യം ഇപ്പൊ ഇൻഷുറൻസ് കമ്പനിയോട് ഒരാൾ ഡൗട്ട് ചോദിച്ചാൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആക്ച്വറിയാണ് സമീപിക്കുക. ആക്ച്വറിയോടാണ് പറയാ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, അതിന് ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഇത് ആൻസർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കണം. അപ്പൊ ആക്ച്വറിയാണ് ശരിക്ക് അവർക്കുള്ള മറുപടി കൊടുക്കുന്നത്, ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ആക്ച്വറിയാണ്. അപ്പൊ ആക്ച്വറി എന്ന് പറയുന്ന ആള് ഒരു ടെക്നീഷ്യൻ മാത്രമല്ല, നല്ലൊരു കമ്മ്യൂണിക്കേറ്ററും കൂടി ആവണം. അതായത് അതിന്റെ പേപ്പർ പോലും ഉണ്ട്, ആക്ച്വലി ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പേപ്പർ ഉണ്ട്. അപ്പൊ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധം, ഞാനൊരു പോളിസി ഹോൾഡറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിധം, ഞാനൊരു CFOയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിധം, ഞാനൊരു സിഇഒയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിധം എല്ലാം വ്യത്യസ്തമായിരിക്കും. ഞാനൊരു സിഇഒയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു സാധാരണ പോളിസി ഹോൾഡറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളോട് അയാളോട് ചിലപ്പോൾ ടെക്നിക്കലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വേറെ വിധത്തിലാണ് സംസാരിക്കുക, ഞാൻ പുറത്ത് സംസാരിക്കുകയാണെങ്കിൽ വേറെ വിധത്തിലാണ് സംസാരിക്കുക. അപ്പോൾ എങ്ങനെയെന്ന് പറയാം, നമ്മൾ പറയും പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? പാത്രം അറിഞ്ഞ് വിളമ്പണം. പാത്രം അറിഞ്ഞ് വിളമ്പുന്ന ഒരു ജോലിയാണ് ശരിക്കും ആക്ച്വറീസിന്റെ ജോലി. അപ്പൊ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ആരോട് സംസാരിക്കുന്നോ ആ വ്യക്തിയുടെ അറിവ് എന്താണ്, ആ വ്യക്തിയുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കാനുള്ള ഒരു കഴിവ് കൂടി ആക്ച്വറിക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങും ഈ ആക്ച്വറൽ സയൻസിനുണ്ട്. അടുത്തത് ടീം വർക്ക്. അവർക്ക് ഒരു ടീമിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. അതായത് ഒരു വലിയൊരു ടീം, ഇപ്പൊ മുൻഷിത്ത് ഒരു കാര്യം പറഞ്ഞു, മുൻഷിത്ത് എത്ര പേര് നമ്പർ എനിക്കറിയില്ല, വലിയൊരു ടീമിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹെഡാണ് മുൻഷിത്ത്. അതുപോലെ മിസ്റ്റർ ദിനകർ, ഒരു ആൾ ഹാനോവറിലാണ് വർക്ക് ചെയ്യുന്നത്. വലിയൊരു ടീമിനെ കൺട്രോൾ, ഇപ്പൊ ഞാൻ BDOയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ടീമിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഒരു ആക്ച്വറിക്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ ഇത് ഓൾറെഡി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡാറ്റ സയൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ ലോൺ എടുക്കുന്നിരിക്കുക, ഒരു കമ്പനി ഒരു NBFC അവർ ലോണുകൾ ഇഷ്യൂ ചെയ്യും. പല ക്ലയന്റുകൾ വരികയാണ്. പല ക്ലയന്റുകൾ വരുമ്പോൾ അവരുടെ ഓരോ ക്ലയന്റുകളും ലോൺ കൊടുക്കുമ്പോൾ അവരെ പറ്റിയുള്ള റിസ്ക് എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ആക്ച്വലി സമീപിക്കുകയാണ്. ഒരു ക്ലയന്റ് വരുമ്പോൾ ആ ക്ലയന്റിനുള്ള ക്രെഡിറ്റ് സ്കോർ എന്താണെന്ന് ആക്ച്വലി പ്രിഡിക്റ്റ് ചെയ്യണം. ഇപ്പോൾ അടുത്ത 100 പേര് വേണമെങ്കിൽ അവരുടെ ആക്ച്വലി റിസ്ക് എന്താണെന്ന് ആക്ച്വലി പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ആക്ച്വലി ഒരു പ്രിഡിക്റ്റീവ് അനാലിസിസ് നടത്തണം. പ്രഡിക്റ്റീവ് അനാലിസിസ് നടത്താനായിട്ട് അവരെങ്ങനെ ചെയ്യുക? ആക്ച്വറീസ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ വെച്ചിട്ടാണ് ഈ പ്രഡിക്റ്റീവ് അനാലിസിസ് നടത്തുക. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയുടെ പേരാണ് മെഷീൻ ലേണിംഗ്. അത് മെഷീൻ ലേണിംഗിന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ മെഷീൻ ലേണിംഗ് കൂടെ പഠിക്കാം, ആക്ച്വലിയുടെ കൂടെ പഠിക്കാം. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. ആ പ്രഡിക്റ്റീവ് അനാലിസിസ് നിങ്ങളുടെ റിസ്ക്, പ്രഡിക്റ്റീവ് അനാലിസിസ് ഞാൻ ഈ പറഞ്ഞ ക്ലൈമറ്റ് റിസ്കിലും പറഞ്ഞു. ക്ലൈമറ്റ് റിസ്കിലും പ്രഡിക്റ്റീവ് അനാലിസിസ് തന്നെയാണ്. സുനാമി ഉണ്ടാവാനുള്ള സാധ്യത പ്രഡിക്റ്റീവ് അനാലിസിസ് തന്നെയാണ്. ഇതിലൊക്കെ ഉപയോഗിക്കുന്ന റിസ്ക്, അതായത് നാളെ ഒരു എർത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുക, ഇതിന്റെയൊക്കെ പ്രിഡിക്ഷൻ നടത്തുന്നത് പ്രഡിക്റ്റീവ് അനാലിസിസ് വെച്ചിട്ടാണ്. ഇത് മെഷീൻ ലേണിംഗ് വെച്ചിട്ടാണ്. ആ മെഷീൻ ലേണിംഗും ആക്ച്വറീസിന്റെ പഠന ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഞാൻ കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പല കുട്ടികളും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലിക്ക് തിരിയാൻ ശ്രമിച്ചു, ഒരു കുട്ടിക്ക് തയ്യാറായി, അവർക്ക് ആക്ച്വലി സയൻസ് എഴുതണം. അപ്പം ഞാനൊക്കെ നേരിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു കോച്ചിങ് കൊടുക്കാൻ ആരുമില്ല, എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. അപ്പം ഞാനൊന്നും ആരും പഠിപ്പിച്ചിട്ട് വന്നിട്ടില്ല. അപ്പം അതുപോലെ കോച്ചിങ് കൊടുക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവർ 2 പേപ്പർ സബ്ജക്റ്റ് പാസ്സായാൽ തന്നെ ഇന്റേൺഷിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പല കുട്ടികളും ഞങ്ങളെ സമീപിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് ഒരു മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറിയൽ ആൻഡ് ഡാറ്റാ സയൻസ് MIADSA എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ അടുത്ത് കാലിക്കറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്യേണ്ടായി.
അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സായിട്ടല്ല, ഞങ്ങൾ ഇവരുടെ IAI കോഴ്സ് പാസ്സാവാനും അല്ലെങ്കിൽ IFIയുടെ കോഴ്സ് പാസ്സാവാനായിട്ട് ഈ കുട്ടികളെ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ 2 സ്ഥാപനങ്ങൾ ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഇതിൽ MSc BSc കൊടുക്കുന്നുണ്ട് ആക്ച്വറൽ സയൻസിൽ. ഒന്ന് MA കോളേജ് കോതമംഗലം, ഒന്ന് കാര്യവട്ടത്തുള്ള യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി കോളേജ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാം സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ MAADS കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇമെയിൽ ID കൂടി നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. iads@calicut@gmail.com. ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും, ഇപ്പോൾ ഞങ്ങളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് ഉപരിയായിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് ഇമെയിലിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഇനി ഫരീദ് സർ, മിസ്റ്റർ ദിനകർ, മുർഷിദ്, എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ പറയാമായിരുന്നു. എനിക്ക് കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ എനിക്ക് 2 പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. കമ്മ്യൂണിക്കേഷൻ എല്ലാ മേഖലകളിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ജോലിയിൽ നിങ്ങൾ കയറുകയാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കുട്ടികൾ പുറകോട്ട് നിൽക്കുന്ന ഒരു ഏരിയ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ അതൊരു ശരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ എക്സാം പാസ്സാവുന്ന പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ 3 മാസത്തെ ഒരു പരീക്ഷ എടുത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അത് ജീവിതകാലം മുഴുവൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഫഷനിൽ പോവുകയാണെങ്കിലും, ആക്ച്വറി ആവുകയാണെങ്കിലും, CFA ആവുകയാണെങ്കിലും, എഞ്ചിനീയർ ആവുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഇന്ന് മുതൽ കുട്ടികൾ കമ്മ്യൂണിക്കേഷനിൽ ഫോക്കസ് ചെയ്യണം. അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്തു തുടങ്ങുക. ഇപ്പം തന്നെ ഇതിനകത്ത് ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് പേര് ഇതിൽ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. ആ മെസ്സേജ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ചാറ്റിൽ. ആ ചാറ്റ് ചോദിക്കുന്നത് വഴി അവർ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാണ്. അതുകൂടാതെ അവർ നെറ്റ്വർക്കിംഗ് കൂടെ ചെയ്യുവാണ്. കാരണം അവരുടെ പേരൊക്കെ ഇപ്പം ഞാൻ നോട്ട് ചെയ്തു. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ കുറച്ച് പേർക്ക് ആൻസർ ചെയ്തു, അവരെ ഞാൻ നോട്ട് ചെയ്തു. അപ്പം ഞാനും അവരും തമ്മിലൊരു നെറ്റ്വർക്ക് ഫോം ചെയ്തു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ 2 കാര്യം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്താലേ ഇമ്പ്രൂവ് ആവുള്ളൂ. രണ്ടാമത്, നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലിയും, ഒരാൾ നമ്മൾ അറിയെങ്കിൽ നമ്മൾക്ക് അയാൾക്ക് റെക്കമെൻഡേഷൻ തരാമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചെറിയ ഇപ്പം നിങ്ങൾ ChatGPT ഉപയോഗിക്കുന്ന ChatGPTയോട് ചോദിക്കുക എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ പ്രോഗ്രാമിന് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും 2 or 3 പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ ചോദിച്ചിരിക്കണം. കാരണം അപ്പോഴേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കഴിവ് വരുന്നുള്ളൂ. അത് തെറ്റിപ്പോകുമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ പരിഹസിക്കുമെന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കരുത്. ഞങ്ങളിപ്പോൾ 3 പേര് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പേയ്മെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതീക്ഷയോ അല്ല. കുട്ടികളുടെ ഇമ്പ്രൂവ്മെന്റ് വരണമെന്ന് വിചാരിച്ച് മാത്രമാണ്. അപ്പോൾ അത് കണക്കിലെടുത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഇതുപോലത്തെ പ്രോഗ്രാംസ് എല്ലാ ആഴ്ചയും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുറത്തുനിന്ന് ആൾ വരാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് ഇമെയിൽ അയക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനോ ഇല്ലെങ്കിൽ അവർക്ക് താങ്ക് യു പറഞ്ഞ ഒരു ഇമെയിൽ അയക്കാം. ആ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ChatGPTയോട് ചോദിക്കാം, ഇങ്ങനെ എഴുതിയ കറക്റ്റ് ആണോ, ഇത് ഞാൻ എങ്ങനെ മാറ്റി എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാണെങ്കിൽ ഒരു 4-5 പേർക്ക് താങ്ക് യു അയക്കുക, ഒരാഴ്ചയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്കും ഉണ്ടാക്കും, പേഴ്സണൽ സ്കില്ലും ഡെവലപ്പ് ചെയ്യും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും ഇമ്പ്രൂവ് ചെയ്യും. അത് ഏത് മേഖലയിൽ പോവുകയാണെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം. എസ്പെഷ്യലി നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികളല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങണം. അങ്ങനെ ഒരു അഭ്യർത്ഥനയാണ്. ഹലോ, ചില പേരുകൾ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ വിട്ടുപോകും. അപ്പൊ നമ്മൾ MIADSനെ പറ്റി പറയുമ്പോൾ MIADS ഒരു അക്കാഡമിഷ്യൻസ്, പല ഇൻഡസ്ട്രി മേഖലയിലുള്ള പല ആൾക്കാരും ഉള്ള ഒരു സംഘടനയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സഹായം കിട്ടാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പേര് പറയാം. ഡോക്ടർ ഫരീദ് ഉണ്ട്, പിന്നെ ഡോക്ടർ TV രാമനാഥൻ, നമ്മുടെ സ്റ്റാറ്റിക്സ് സ്കോളറാണ്, പിന്നെ ഡോക്ടർ RP സുരേഷ്, പിന്നെ വേറെ ആരാണ് വിട്ടുപോയിട്ടുള്ള സാറിന് ഫരീദ് സാറെ ആഡ് ചെയ്യാം. പിന്നെ ഇതല്ലാതെ നമ്മുടെ കുറച്ച് ആക്ച്വറീസും കുറച്ച് അക്കാഡമിഷ്യൻ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്മുടെ ഗോവിന്ദ് മേനോൻ, പിന്നെ ബീന മേനാത്ത്, പിന്നെ PK സുരേന്ദ്രൻ, അങ്ങനെയുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് ഭാരവാഹികളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു സൊസൈറ്റിക്ക് ഒരു ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ്. ഞാൻ ഒന്നുകൂടി ഇൻസിസ്റ്റ് ചെയ്യാണ്. ഫരീദ് സാറെ, സോറി ഞാൻ ഇന്റർഫിയർ ചെയ്തു, സോറി. ഓക്കെ, താങ്ക് യു ജയസാഗർ. ഒരുപാട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവരോട് പറയാനുള്ള ഒരു കാര്യം, വളരെ പെട്ടെന്ന് ചെയ്യേണ്ടത്, ആക്ച്വറിൽ
എൻട്രൻസ് ടെസ്റ്റ് അസറ്റ് ഇപ്പം കോൾ ഫോർ ചെയ്തിട്ടുണ്ട്, കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ അത് +2 കഴിയുന്ന +2 ഇപ്പൊ എഴുതുന്ന ആൾക്കാർക്കടക്കം ഈ വർഷം മാർച്ചിൽ അപ്പിയർ ചെയ്യുന്ന ആൾക്കാർക്കടക്കം അതിന് ആ ടെസ്റ്റ് എഴുതാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വറിയലിന്റെ പേപ്പർ പാസ്സാവാൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. അപ്പൊ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഒരു ഗ്രാജുവേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് പാരലായിട്ട് ഓരോ വർഷവും മാക്സിമം പേപ്പർ എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ IADS പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ കുട്ടികൾ +2 കഴിഞ്ഞ് ഏതെങ്കിലും കോഴ്സിന് BSc മാത്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BTech പോലുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പാരലി ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത് മിനിമം 2 പേപ്പറെങ്കിലും ഒരു വർഷം പാരലായിട്ട് പാസ്സാകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് കോഴ്സ്, അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും, അത് അത്രയും വളരെ നല്ലൊരു കോഴ്സാണ്. IIT മദ്രാസിന്റെ ബാച്ചിലർ ഓഫ് സയൻസ് BS ഡിഗ്രി ഇൻ ഡാറ്റാ സയൻസ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന് രജിസ്റ്റർ ചെയ്യണം. ആ കോഴ്സിന് രജിസ്റ്റർ ചെയ്താൽ എളുപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ഡാറ്റാ സയൻസും കൂടി അതിൽ സ്പെഷ്യലൈസ്ഡ് ആയി. നിങ്ങൾ 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോൾ അതേ സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് കൂടി ആക്ച്വറിലും കൂടി കിട്ടിയാൽ നിങ്ങൾക്ക് ഡാറ്റാ സയൻസും ആക്ച്വർ സയൻസും ആയി. അപ്പൊ അത്തരത്തിലൊരു വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് പ്ലാനിങ് കൂടി ഇതിന് താല്പര്യമുള്ള കുട്ടികൾ, ഡാറ്റാ സയൻസിലേക്കും ആക്ച്വർ സയൻസിലേക്കും താല്പര്യമുള്ള കുട്ടികൾ വരികയാണെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഇത് കുറച്ച് പേര് വളരെ സ്പീഡിൽ വരണം. അത് ഇപ്പോഴത്തെ ഒരു നീഡ് ബേസ്ഡ് ആണ് നമ്മൾ പറയണത്. വളരെ കൃത്യമായിട്ട് ജയസാഗറും മുർഷിദും ദിനകറും വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ ആക്ച്വറിയൽ ഫീൽഡിലേക്ക് വരേണ്ടത് ഇപ്പോഴത്തെ ഇനി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത്യാവശ്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മുടെ സ്റ്റുഡൻസ് അതായത് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് അത്യാവശ്യം മാത്സ് സ്കില്ല് വേണം. നേരത്തെ പറഞ്ഞു കുറച്ച് നന്നായിട്ട് ക്രിട്ടിക്കൽ സ്കിൽസ് വേണം. അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉള്ളതാണ്, അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതൊക്കെ ഉള്ള സാധനങ്ങളാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്നവരെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉദ്ദേശിക്കുന്നത്. അതിൽ ഗ്രാമർ ഒന്നൊരു വലിയ കാര്യമല്ല. ഇന്ന് ജയസാഗർ സാർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ChatGPT കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊക്കെ പോയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യം പറയാലോ. പല US ആൾക്കാർ, UK, ജർമ്മൻ, ഇറ്റലി, ഫ്രാൻസ് ഇങ്ങനെയുള്ള പല രാജ്യത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം ഇനീഷ്യലി വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പലപ്പോഴും അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ പലപ്പോഴും അവരോട് റിപ്പീറ്റ് ചെയ്യാൻ പറയേണ്ടി വരും. അപ്പൊ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മളൊന്നും പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് വരുന്ന സമയത്തോ ആ ലെവലിലുള്ള ട്രെയിനിങ് ഇല്ലായിരുന്നു കമ്മ്യൂണിക്കേഷനിൽ. അപ്പം നമ്മൾ ഈ അക്കാഡമിയിൽ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നു. നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാന്നല്ല, അപ്പൊ എങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മുർഷിദ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പൊ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാം. നമ്മളെ നമ്പർ എല്ലാവർക്കും കൊടുക്കാം. ആരൊരാൾ എത്രയാണ് ഫീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 500 എന്ന് എൻ്റെ ഓർമ്മ അല്ലേ? അസറ്റിന്റെ ഫീ 500 അല്ലേ? അസറ്റിന്റെ ഫീ അവര് വാരി ചെയ്തിട്ടുണ്ട്. ആദ്യം 3000 ആയിരുന്നു, പിന്നെ 500 ആക്കി, പിന്നെ ഡിസംബർ 2024 0 ആയിരുന്നു. ഈ അടുത്ത എക്സാമിന് എന്താന്ന് അവർ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഫീ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ എൻട്രൻസിന് ഫീ വെക്കുന്നുള്ളതാണ്. അപ്പൊ മാക്സിമം 500 ഉണ്ടാവുള്ളൂ. വേറൊന്ന്, ഞാൻ ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി IITM പറഞ്ഞല്ലോ. അപ്പൊ അതിന് നമ്മുടെ ജയ് പോലെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടല്ല അവര് കുട്ടികളെ സെലക്ട് ചെയ്യപ്പെടുന്നത്. അവര് ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതും കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതും അവർ IITM-ന്റെ വെബ്സൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അതും കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ആസറ്റിന്റെ വളരെ സിമിലർ ആയിട്ടുള്ള ലെവലിലാണ് അവരുടെ ടെസ്റ്റും. ആസറ്റിന് വളരെ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ്. മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ലോജിക്കൽ റീസണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിലും വരുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രിപ്പറേഷനിൽ കണ്ടുപോകാന്നുള്ളൂ. അത് ക്വാളിഫൈ ചെയ്താൽ മതി.
അല്ലാതെ നിങ്ങൾ വലിയ ടോപ്പ് റാങ്കിൽ എത്തണമെന്നൊന്നും അവർ പറയണില്ല. രണ്ടുപേരും നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, നമ്മളെ IIT ആയിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് ഇപ്പൊ +2 കഴിഞ്ഞ് ഒരു വലിയ ടോപ്പ് മാർക്ക് വാങ്ങണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല അവർക്കും. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വറീസിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം കഴിവുകൾ ഉണ്ടാവുക, അത്യാവശ്യം മാത്സ് സ്കിൽ ഉണ്ടാവുക, നല്ല ക്രിട്ടിക്കൽ സ്കിൽ ഉണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിൽ പ്രശ്നമല്ല, അത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മാത്രമാണ് ആവശ്യം. പക്ഷെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി വേണം, അത് മാത്രമാണ്. അന്ന് IITM പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കുട്ടികൾ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്താൽ വളരെ സിസ്റ്റമാറ്റിക് അല്ലാതെ ആയതുകൊണ്ടാണ് ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്നത്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളെ ടീച്ചിങ് നടത്തുന്നത്, നിങ്ങൾക്ക് അസസ്മെന്റ് നടത്തുന്നതൊക്കെ IIT-യിലെ പ്രൊഫസർമാരാണ്. അപ്പൊ അവർ പറയുന്ന സമയത്ത് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തയാണ് ഡ്രോപ്പ് ഔട്ട് വരുന്നതെന്നാണ്. അല്ലാതെ ഈ കോഴ്സ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നുണ്ട് ഒരു ഗ്രാജുവേഷനിൽ, നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ കുട്ടികൾ കോളേജ് ലെവലിൽ എത്തുമ്പോഴും. അതുകൊണ്ടാണ് അവർ ഡ്രോപ്പ് ഔട്ട് ആവുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് NIT-യിലെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞാൻ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, NIT-യിലെ സ്റ്റുഡൻസിന്റെ ഒരു അവരുടെ ഈ പറയപ്പെടുന്ന സ്കിൽസ്, ഞാൻ പറയുന്ന മാത്തമാറ്റിക്സ് സ്കിൽസ്, അതുപോലെ തന്നെ പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, അത് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും ഉണ്ട്. അത് പിന്നെ NIT-യിലെ സ്റ്റുഡൻസ് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. അപ്പൊ അത്തരത്തില് അങ്ങനെയുള്ള കുട്ടികൾ വരികയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ദേശം. ഫരീദ് സാർ പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറയാണ്. നിങ്ങൾ എഞ്ചിനീയറിംഗിന് പോവുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സിനേക്കാളും ഡിഫിക്കൽട്ട് ആണ് എൻട്രൻസ്, അല്ല എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനീയറിംഗ് പാസ്സാവാൻ അത്ര പണിയില്ല. ആക്ച്വറിയലിന്റെ അസറ്റ് എൻട്രൻസ് അങ്ങനെയല്ല, അതൊരു മിനിമം ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് മിക്കവാറും നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ പാസ്സാവേണ്ടതാണ്. ആത്മാർത്ഥമായിട്ട് എഴുതിയാൽ മതി, വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, അതാ വേണ്ടത്. പിന്നെ യഥാർത്ഥ ടെസ്റ്റ് അടുത്ത എക്സാം ആണ്, കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ എഞ്ചിനീയറിംഗിന്റെയോ IAS-ന്റെയോ ഒന്നും പരീക്ഷ പോലെ ഇതിനെ കാണരുത്. ഇതൊരു ബേസിക് ഐഡിയ ഉണ്ടോ, നിങ്ങൾക്ക് ഇതിൽ ശരിക്കും താല്പര്യമുണ്ടോ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമുള്ള ടെസ്റ്റാണ്. നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ ഈ നമ്പർ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും. സാറേ എൻ്റെ ഭാഗത്ത് നിന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സാറേ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന സിജിയോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, സിജി ടീമിനോട്. അപ്പൊ നമ്മളിത് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രതികരണം എന്ന് വെച്ചാൽ, ഇതെന്താ നിങ്ങൾ പിന്നെ ഇത് കേരളത്തിൽ മാത്രം ചെയ്യുന്നത്, മറ്റ് സ്റ്റേറ്റ്സിൽ എന്താ നിങ്ങൾ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഉള്ള പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ കംപ്ലീറ്റ് മലയാളത്തിലായതുകൊണ്ട് ഇന്ന് അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് കുറച്ച് പേര് നമ്മളെ ടീമിനെ അറിയിച്ചിട്ടുണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഡിസ്കഷൻ നമ്മളെ സിജി ഇന്റർനാഷണൽ ടീം അവർ ഓർഗനൈസ് ചെയ്തുകൊണ്ട് വെച്ചാൽ നമ്മളെ പുറത്തുള്ള കുട്ടികൾക്കും, അതായത് കേരളത്തിന് പുറത്തുള്ള കുട്ടികളും പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള കുട്ടികൾക്കും നമുക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിജി ഇന്റർനാഷണൽ അത് ഒന്ന് ഓർഗനൈസ് ചെയ്താൽ നന്നായിരുന്നു. അനസ്, നമുക്ക് ഇന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. നോ പ്രോബ്ലം. Q&A സെഷനിലേക്ക് വരാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അതിന് ഏറെക്കുറെ മുർഷിദ് സാർ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ദെൻ അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആവാം അല്ലേ സാർ? അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഇനി അഥവാ ഇന്ന് ചോദിക്കുന്നില്ലെങ്കിൽ ഇതാ നമ്മളെ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെയിലേ ഉണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ കിട്ടും. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രാക്ടീസ് ചെയ്യാനും കൂടിയുള്ള ഒരു അവസരമാണിത്. അതെ, അതൊരു നാണം തോന്നരുത്. ദയവേത് ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, വേണമെങ്കിൽ നന്ദി രേഖപ്പെടുത്താം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രാക്ടീസ് ചെയ്യാം. ഒറ്റ കാര്യം, ജിദ്ദ ഇന്റർനാഷണൽ ചാപ്റ്റർ
ഏറ്റെടുത്തിട്ടുണ്ട് ഈ പ്രോഗ്രാം അടുത്തത്. ഓക്കെ, താങ്ക് യു. ആരാ ഇന്റർനാഷണൽ ടീമിൽ ആരാ ഉള്ളത് ഇപ്പം ഇന്നത്തെ മീറ്റിംഗിൽ കുറെ പേരുണ്ട്. ജിദ്ദ ആണ് ജിദ്ദയിൽ ആരാ ഉള്ളത്? അവരൊന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ നല്ലതായിരുന്നു. ജിദ്ദ ചാപ്റ്റർ ഒന്ന് പറയൂ പ്ലീസ്. പക്ഷെ ചില പേരൊക്കെ ഓഫീസിലാവാൻ സാധ്യതയുണ്ട്. അല്ല, ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഓഫീസിലല്ല, നമ്മളെ ഡ്യൂട്ടി ടൈം ആവണേ ഉള്ളൂ ജിദ്ദയിലൊക്കെ. Okay. ഞാനിവിടുത്തെ ഒരു ചെറിയ കരിയർ ടീമിലുണ്ട്. DCGC കോഴ്സ് കഴിഞ്ഞതാണ് നമ്മളെ സിജിയുടെ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് വരാമെന്ന് വിചാരിക്കുക. കാരണം അത്രക്കും ഇൻഫോർമേറ്റീവ് ആയിട്ട് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ശരിക്കും എന്താ ഫ്രൂട്ട്ഫുൾ സെഷൻ എന്ന് പറയാൻ പറ്റില്ല. എത്രമാത്രം അഡ്ജക്റ്റീവ്സ് ഇതിന് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അത്രക്കും നല്ലൊരു സെഷൻ ആയിരുന്നു. ശരിക്കും നമ്മളെ കുട്ടികൾക്ക് ഒരു ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഒരു 10% ഓഫ് അല്ലെങ്കിൽ ഒരു 5% ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും ഇതിന്റെ പോസിബിലിറ്റീസും അറിയുന്നുള്ളൂ. സോ ഇത്രമാത്രം ഒരു എന്താ പറയുക വൈഡായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് നമ്മൾ ശരിക്കും കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്കായിരിക്കും, ഐ പ്രോമിസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ സർ ഇനി ഈ RPCന്റെ ഒക്കെ ഒരു ഹെൽപ്പ് ഞങ്ങൾക്ക് വേണ്ടി വരും. അതിപ്പം തന്നെ ബുക്ക് ചെയ്ത് വെക്കുകയാണ്. ഇൻഷാല്ലാ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, we are ready. ഓക്കെ സർ, താങ്ക് യു. സർ കൂട്ടത്തില് അബ്ദുള്ള സാർ ആരാണ്? അബ്ദുള്ളക്കുട്ടി ഹാജി പറയൂ. ഒരു സഹകാരിയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചത് നിങ്ങളിപ്പോ IIT-യിലുള്ള പിന്നെ BSc ആയിട്ട് ഉള്ള പ്രശ്നമല്ല പറഞ്ഞത്. ഇപ്പൊ ഞാനിപ്പോ ഫോർ ഇൻസ്റ്റൻസ് KMEA കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന്റെ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ്. ഞങ്ങളുടെ KMEA എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതും അവിടെയുള്ള അതുപോലെ ആർട്സ് കോളേജൊക്കെ ഉണ്ട്. ഇതുപോലെ ഉള്ളതായിട്ട് ഇങ്ങനെ ഒരു ലിങ്ക് ചെയ്യാൻ ഉള്ള സാധ്യതയെ കുറിച്ച് അന്വേഷിച്ചാൽ എങ്ങനെയാണ് നിങ്ങളെ പ്രതികരണം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞാനൊരു എഞ്ചിനീയർ ആയിട്ടാണ് എൻ്റെ ജോലി തുടങ്ങിയത്. അപ്പോൾ എഞ്ചിനീയർമാർ ഈ പരീക്ഷ എടുക്കുവാണെങ്കിൽ അവർക്ക് പാസ്സാവാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അവർ മോഡലിങ്ങിനൊക്കെ അവർ കുറേ സിസ്റ്റംസ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല ഇതാണ്. പ്രോഗ്രാമിംഗ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ഫീൽഡിൽ പഠിക്കുന്നവർ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ ആവണമെന്നില്ല. മാത്സോ ഫിസിക്സോ ന്യൂമറിക്കൽ മെത്തേഡ്സോ എന്ത് ചെയ്തവരെയും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇപ്പം നിങ്ങളിപ്പം ആക്ച്വറിയൽ സയൻസിൽ മാസ്റ്റേഴ്സ് എടുത്താലും സ്റ്റാറ്റിസ്റ്റിക്സിൽ മാസ്റ്റേഴ്സ് എടുത്താലും വ്യത്യാസമല്ല. നിങ്ങൾ ആക്ച്വറിയൽ എക്സാം പാസ്സായി കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയായി. ഏത് ഡിഗ്രിയേക്കാളിലും വിലയാണ് ഈ എക്സാമിന്. അപ്പൊ ഏത് സ്ഥലത്തുനിന്ന് നിങ്ങൾ വന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിനുള്ള പാഷൻ ഉണ്ടെങ്കിൽ, അതിനുള്ള ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അപ്പം നമുക്ക് ഓഫ്ലൈനായിട്ട് സംസാരിക്കാം, എങ്ങനെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സംസാരിക്കാം. ഫരീദ് സാറിന്റെയും ജയസാഗറിന്റെയും ദിനകർ സാറിന്റെയും ഒക്കെ ഒപ്പീനിയൻ എടുക്കാം. ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഇന്ത്യയിലെ ആക്ച്വറീസ് നോക്കുകയാണെങ്കിൽ ഒരു 10% ആക്ച്വറീസ് എങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞിട്ട് CA കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് ഇതിൽ. കാരണം അവർക്ക് എന്താ വെച്ചാൽ ഡബിൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് ഈ ഇത് എടുത്തു കഴിഞ്ഞാൽ. ആക്ച്വറിയൽ പ്ലസ് CA എടുത്ത കണ്ടമാനം ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ ആഡ് ചെയ്യണം ഇപ്പോൾ. പിന്നെ ഈ ഡെക്ക് ഷെയർ ചെയ്യാൻ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല ജയസാഗറെ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഷെയർ ചെയ്യാം. ഞങ്ങള് സിജിക്ക് അയക്കാം. ഈ നമ്പറുകളൊന്ന് നോട്ട് ചെയ്തോട്ടെ. കാരണം എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഈ നമ്പറിലും ഉണ്ട്. ഹലോ, +2-ന് 70% മാത്സിന് മാർക്കുള്ളവർക്ക് ആക്ച്വറി കോഴ്സിന് ചേരാൻ പറ്റുമല്ലോ അല്ലോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ആസ്പെക്ടിന്റെ എക്സാം വിളിച്ചിട്ടുണ്ട്. അതിലെ കുട്ടി ക്വാളിഫൈഡ് ആണെങ്കിൽ സാധിക്കും. ആണല്ലേ? നിങ്ങളെ ബേസിക് ക്വാളിഫിക്കേഷനും സ്കൂളിലുള്ള മാർക്കും പ്രധാനമല്ല. നിങ്ങൾ ഇപ്പൊ തന്നെ അസറ്റ് രജിസ്ട്രേഷന്റെ ഫോം വിളിച്ചിട്ടുണ്ട്. മാർച്ചിലാണ് എക്സാം. മാർച്ചിലെ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വറിലേക്ക് വരാം. ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് അതിൽ റാങ്ക് ലിസ്റ്റ് അല്ല കേട്ടോ. റാങ്ക് ലിസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞു. അതിന് ഒരു മിനിമം പെർസെൻറ്റേജ്. ഇതിൽ നമ്മൾ നോക്കുന്നത് അവർക്ക് മാത്തമാറ്റിക്സ് സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് എത്ര മാർക്ക് ഉണ്ട് എന്നല്ല നോക്കുന്നത്. ആ മാത്തമാറ്റിക്സ് സ്കില്ല് അവർ നേരിട്ട് തന്നെ അസസ് ചെയ്യാണ്. അതുപോലെ തന്നെ മറ്റ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, അതിന് പിന്നെ ഇത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലെ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കുറച്ച് എത്ര സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു മെന്ററിങ് ഞങ്ങളെ ടീം കൊടുക്കുന്നതാണ്.
അപ്പൊ കൃത്യമായിട്ട് ഇഷ്ടംപോലെ പോയ വർഷങ്ങളിലെ എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും പിന്നെ സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ആണല്ലേ. പിന്നെ ബിടെക് ഇപ്പൊ ഇൻകംപ്ലീറ്റ് ആയവർക്ക് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നിങ്ങളെ ഇൻട്രസ്റ്റിനും നിങ്ങളെ സ്ട്രെങ്ത്തിനെയും ആശ്രയിച്ചിരിക്കും. നിങ്ങൾ അതിൽ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ ആസെറ്റ് എഴുതുക, അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ആസെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ you will be you will directly become student member of Institute of Actuaries India. പിന്നെ എനിക്കിപ്പോ ഇതിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ആക്ച്വറൽസ് എന്ന് വിചാരിച്ചിരുന്നത് ടാബുലർ പ്രീമിയം മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പൊ എനിക്ക് ഇതിൽ പങ്കെടുത്തപ്പോ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക്സ്. ഞാൻ 25 കൊല്ലം ആക്ച്വറി ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരിക്കൽ പോലും ടാബുലർ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ലേസി ഏജന്റ് ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഫാക്കൽറ്റി പറഞ്ഞിരുന്നു +2 70. അപ്പൊ ടാബുലർ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വറി ആണെന്ന് അറിയായിരുന്നു. അപ്പൊ എന്റെ വിചാരം പിന്നെ വേറൊരു ഇതും കൂടി ഉണ്ട്. എനിക്ക് വേറൊരു ഡൗട്ട് എന്ന് വെച്ചാല് ചില മതവിഭാഗങ്ങൾ ഇൻഷുറൻസിലേക്ക് വരാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു കോഴ്സിന് പ്രാപ്തരാക്കാൻ എനിക്ക് ആർക്കെങ്കിലും ഒരു പറഞ്ഞു കൊടുക്കാൻ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ കുറച്ച് മടിയായിരുന്നു. എന്ന് വെച്ചാൽ ഇനി ഇതിൽ നിന്നൊരു ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പൊ ഈ മീറ്റിംഗിൽ കൂടി എനിക്ക് കിട്ടി. താങ്ക്സ്. അത് ഞാൻ പറയാം ഒരു കാര്യം കൂടി. ഞങ്ങളെ കോഴ്സ് 1999 ഈ കോഴ്സ് ഫറൂഖ് കോളേജിൽ ചോദിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ സംഭവം സംഗതി പഠിക്കാലോ, അതൊന്ന്. 2, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താ ചെയ്യുന്നുള്ളത്. നമ്മള് ഈ പിന്നെ ഇൻട്രസ്റ്റ് സജീവമാക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിലൊരു സ്റ്റാറ്റിഷ്യന്റെ നിലപാടാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റാറ്റിഷ്യൻ നിലപാട് എന്താ വെച്ചാല് അത് ഒരിക്കലും ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ബയാസ്ഡ് ആവരുത്. ഈ പറയപ്പെടുന്ന ആക്ച്വറീസും സ്റ്റാറ്റിഷ്യൻസ് ഒക്കെ ഒരിക്കലും ബയാസ്ഡ് അല്ല. അവരെന്താ കണക്കാക്കുന്നത്, ഇപ്പൊ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് ഡാറ്റ വെച്ചിട്ട് അതിന് എന്താ നെറ്റ് പ്രീമിയം എന്താ ജയസാഗരെ പറയാം, ഓഫീസ് പ്രീമിയം ഓഫീസ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡാറ്റ വെച്ചിട്ടാണ്. ആ ഡാറ്റ വെച്ച് ഓഫീസ് പ്രീമിയം കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മളെ ബാക്കി എക്സ്പെൻസ്, ഒരു പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് അതിന്റെ സെക്കൻഡ് വേർഷൻ. ആ സെക്കൻഡ് വേർഷൻ എന്തായിരുന്നു സാർ, ഞാൻ പേര് മറന്നുപോയി. അതായത് ഓഫീസ് പ്രീമിയം കഴിഞ്ഞ് ബാക്കി ഒരു ഇത്ര പെർസെൻറ്റേജ് എക്സ്ട്രാ എടുക്കുമല്ലോ, അതിന് സിൽമറൈസേഷൻ എന്ന് പറയാം. അതെ. അപ്പൊ ആ പ്രോസസ്സിംഗ് നടത്തുന്നതിന് അവർക്ക് അതിൻ്റെതായ കാൽക്കുലേഷൻ ഉണ്ട്. ഈ കാൽക്കുലേഷൻ ഗവൺമെന്റ്, ഞാൻ മനസ്സിലാക്കിയെടുത്തും ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യണം അല്ലേ? ഇത് ഒരു റെഗുലേറ്ററി. പല ആൾക്കാരും നെറ്റ് പ്രീമിയം റിസർവിംഗ് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ഗ്രോസ് പ്രീമിയം റിസർവിംഗ് ആണ് ഉപയോഗിക്കുന്നത്. നെറ്റ് പ്രീമിയം സാധാരണ ഇപ്പൊ പ്രാക്ടീസിൽ ഇല്ല, കാരണം അത് സിംപ്ലിഫൈഡ് മെത്തേഡാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു ആക്ച്വറി എന്ന നിലക്കും ഒരു സ്റ്റാറ്റിഷ്യൻ എന്ന നിലക്കും ഒരു സൊസൈറ്റിയോടുള്ള ഒരു ഇതുണ്ടല്ലോ നമുക്ക്, അല്ലേ? അത് നിങ്ങൾ ആക്സെപ്റ്റ്, അത് ഒന്ന് എല്ലാവരും എന്നെക്കാട്ടിയും പറയാം ജയസാഗരനും ജനകരനുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം പൊതുവെ വരില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തല്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് അങ്ങനെ ഒരു ഫീൽഡിൽ ഇട്ടിട്ട് പിന്നെ അതിന് ഒരു ഡൈവേർട്ടിങ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്കെപ്പോഴും. ഞാൻ ഇതിനെ കുറിച്ച് വളരെ വർഷം മുമ്പ് കേട്ടിട്ടുണ്ട്, എനിക്കറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ മതവിഭാഗത്തിനെ പറ്റിയില്ലേ, പിന്നെ അതൊരു ആ സൊസൈറ്റിയോട് ചെയ്യുന്നതും കൂടി ഒരു അതില് വേറൊരു കാര്യം കൂടി കാണാം. ഇനി അഥവാ അങ്ങനെ അത്രയും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാല്, ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ, ഒരു റിസ്ക് വരുന്ന ഇവന്റ് ഉണ്ടെങ്കിൽ ആ ഇവന്റിനെ അസസ് ചെയ്തുകൊണ്ടുള്ള സ്ട്രാറ്റജിക് പ്ലാൻ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ സ്ട്രാറ്റജിക് ഇങ്ങനത്തെ ഇവന്റ്സ് വരുന്നത് ഫിനാൻസ് മേഖലയിലാണ്. അത് മറ്റ് മേഖലയിലുള്ള ഇവന്റ്സും നമുക്ക് ഇതുപോലെ അസസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന കുട്ടിക്ക് ഇൻഷുറൻസ് മേഖലയിലോ അല്ലെങ്കിൽ അതുമായിപ്പെട്ട ഇൻട്രസ്റ്റ് ബന്ധപ്പെട്ട മേഖല വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടി വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മറ്റു റിസ്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് കൂടാതെ വേറെ ഒരു സാധനമുണ്ട്, തക്കാഫുൽ എന്ന് പറഞ്ഞിട്ട്. അതായത് മിഡിൽ ഈസ്റ്റില് ഇങ്ങനെ
മുസ്ലിംസിന് ഇങ്ങനെ ഇൻഷുറൻസിനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് ആണ് തക്കാഫുൽ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാല് തക്കാഫുൽ മിഡിൽ ഈസ്റ്റിൽ ജോയിൻ ചെയ്യാം. അത് ഈ പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന രീതിയിലാണ് ആ ഇൻഷുറൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ അണ്ടർലൈങ് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ സെയിം ആണ്. അപ്പൊ അഥവാ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ തക്കാഫുൽ ചെയ്യാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഗ്രേറ്റ്. അത് ഒരു എനിക്ക് ആദ്യത്തെ നോളജ് ആണത്. ഓക്കെ, എല്ലാത്തിനും ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഷെയർ മാർക്കറ്റില് ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ടെന്ന്. അത് ഞാൻ പറയാം. അതായത് നിങ്ങൾ ആക്ച്വറി ആവുമ്പോൾ അവസാനത്തെ 1-2 എക്സാംസ് സ്പെഷ്യലൈസ്ഡ് എക്സാം ആണ്. ആ സ്പെഷ്യലൈസ്ഡ് എക്സാം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈഫ് ആക്ച്വറി ആവാം, ഹെൽത്ത് ആക്ച്വറി ആവാം, പിന്നെ പെൻഷൻ ആക്ച്വറി ആവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വറി ആവാം, അല്ലെങ്കിൽ ERM ആക്ച്വറി ആവാം, എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ERM ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റിലെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, മാർക്കറ്റ് റിസ്ക്, പിന്നെ ഓപ്ഷൻസ് അങ്ങനെ പഠിക്കുന്നത്. നിങ്ങൾ ലൈഫ് ഇൻഷുറൻസിന്റെ എല്ലാ എക്സാം എടുക്കുന്നത്. അപ്പൊ ഈ ആക്ച്വറി എന്ന് പറയുന്നത് ഇൻഷുറൻസ് മാത്രമല്ല, ഈ എക്സാമിൽ തന്നെ പല റൂട്ടുകളുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ അസ്കർ സാർ? ചാറ്റ് ബോക്സിൽ വന്നതിന് ഏറെക്കുറെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ യാസീൻ? ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു പ്ലസ് ഒന്ന് വായിച്ചു കൊടുക്കും. BSc ആക്ച്വറിയൽ സയൻസിന് ബെസ്റ്റ് കോളേജുകൾ ഏതാണ് എന്നാണ് ചോദിച്ചത്. അതെ, അപ്പൊ ഹലോ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? BSc ആക്ച്വറിയൽ സയൻസിന് ബെസ്റ്റ് കോളേജുകൾ ഏതാണ്? PhD കൊടുക്കുന്നത് ഒന്ന് ഇതാണ്, മറ്റേ പുട്ടപർത്തി സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി PhD കൊടുക്കുന്നത് അല്ലേ സാറേ? അല്ല, അവിടെ മൊത്തം +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ പുട്ടപർത്തിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് ഷെയർ ചെയ്യാം. നമുക്ക് എൻ്റെ കൈശ് ഇപ്പോഴില്ല, ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. അതിവിടെ കംപ്ലീറ്റ് എല്ലാം ഫ്രീ ആണ്. അവർ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ഫ്രീ ആണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു പക്ഷേ ദിനകരനോ മറ്റോ കറക്റ്റ് ചെയ്യാൻ തന്നെ, ഏറ്റവും കൂടുതൽ ഫെലോസ് വരുന്നത് അവിടെ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നിന്ന് അല്ലേ? അതെ അതെ. പിന്നെ ഇപ്പോഴ് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, പുതിയ യൂണിവേഴ്സിറ്റികൾ, അതായത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള, അതുപോലെ തന്നെ ബോംബെയിലെ ഒരു കോളേജ്, ഇവരൊക്കെ MSc ആക്ച്വറൽ സയൻസോ BSc ആക്ച്വറൽ സയൻസോ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ IFAയുടെ അക്രഡിറ്റേഷൻ എടുക്കുക. അക്രഡിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ അവർ പറയുന്ന ലെവലിൽ ഇവിടുത്തെ അസസ്മെന്റ് ഉണ്ടെങ്കിൽ അവർ അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് അക്രഡിറ്റേഷൻ മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോർ സ്റ്റാറ്റിസ്റ്റിക് പേപ്പർ ആണെങ്കിൽ അത് ഇവിടെ പഠിച്ച് മിനിമം ഇത്ര % മാർക്ക് ഉണ്ടെങ്കിൽ അവർ പിന്നെ ആ കോർ പേപ്പർ എഴുതേണ്ടിയില്ല, പാസ്സായി ഇക്വലന്റ് ആക്കും. അപ്പൊ അങ്ങനെയുള്ള അക്രഡിറ്റേഷൻ കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ കേരളത്തിലെ അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ, MA കോളേജ് കോതമംഗലം. അത് CS1 അക്രഡിറ്റഡ് ആണ്. അപ്പൊ ആ CS1 പാസ്സായിട്ട് ഒരു നിശ്ചിത ശതമാനം മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ CS1 എഴുതേണ്ടതില്ല. അതുപോലെ തന്നെ ബിഷപ്പ് ഹാർബർ കോളേജിൽ 2-3 പേപ്പർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഷുറൻസ്, എന്തായിരുന്നു ജയസാഗർ അതിന്റെ പേര്? ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസ്ക് മാനേജ്മെന്റ്. അതെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഷുറൻസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസ്ക് മാനേജ്മെന്റ്, IIRM അല്ലേ? അതെ. അപ്പൊ അവിടത്തെയും 2-3 പേപ്പറിന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കോസ്റ്റ്ലി ആണ്. ബോംബെയിൽ ഒരു കോളേജ് ഉണ്ട്, ആ കോളേജിന്റെ പേര് ഞാൻ മറന്നുപോയി. അതെ, ആ കോളേജ് 7 ലക്ഷം 8 ലക്ഷമാണ് MSc ആക്ച്വറൽ സയൻസിന് അവർ വാങ്ങുന്നത്. പാറ്റ്കർ കോളേജ്, പിന്നെ ബിഷപ്പ് ഹെബർ സാർ പറഞ്ഞില്ലേ, ബിഷപ്പ് ഹെബർ ട്രിച്ചി, പിന്നെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, പിന്നെ ഇവരുണ്ടല്ലോ നോയിഡയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. കാര്യവട്ടം മറ്റേ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് അക്രഡിറ്റേഷൻ ഇല്ല, പാരലായിട്ട് പാസ്സാവേണ്ടി വരും. അക്രഡിറ്റേഷൻ വന്നുകൂടായില്ല ഭാവിയിൽ. അപ്പൊ ആ രീതിയിലും ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അങ്ങനെ ആക്ച്വറൽ സയൻസ് പഠിക്കണമെങ്കിൽ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്റ്റ് ചെയ്യാം.
അപ്പോൾ ആ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പാരലായിട്ട് കോഴ്സിന് IAയുടെ പേപ്പറിന് രജിസ്റ്റർ ചെയ്യണം. അത് കഴിയുന്നത്ര ഈ കോഴ്സ് MSc കഴിയുമ്പോൾ തന്നെ മാക്സിമം കോഴ്സ് 4-5 കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ പ്ലേസ്മെന്റ് കിട്ടാറുണ്ട്. സാറേ ഇതിൽ ഒരാൾ ആരും ചോദിച്ചിട്ടുണ്ട് IAI ഓർ IFIA. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. IAIയിലോ മെമ്പർഷിപ്പ് പാരലായിട്ട് ചെയ്യാം. IFIA കമ്പാരിറ്റീവ്ലി കുറച്ച് കോസ്റ്റ്ലി ആണ് IAI അപേക്ഷിച്ച്. IAI ഇന്ത്യൻ റുപ്പീസിലായതുകൊണ്ടും അത് നമ്മുടെ ഒരു പാർലമെന്റ് ആക്ട് വന്നതുകൊണ്ടും അതിന് കോസ്റ്റ് കുറവാണ്. നിങ്ങൾ പുറത്ത് IFO ആയാലും അതായത് UK ഇൻസ്റ്റിറ്റ്യൂട്ടുകളായാലും US ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും അതിൽ ഡോളർ ഇതിലല്ലെങ്കിൽ പൗണ്ട് ഇതിലാണ് നിങ്ങൾക്ക് പേയ്മെന്റ് വരിക. അത് കുറച്ച് കോസ്റ്റ് വരും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പേപ്പർ ഓൾമോസ്റ്റ് അന്യോന്യം അഫിലിയേഷൻ ഉണ്ടല്ലോ അല്ലേ? ഇപ്പോ എക്സംഷൻ കുറച്ചായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് സാറേ. നിർത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ള ഇല്ല. ഓക്കെ, താങ്ക് യു സർ. പിന്നെ സാറേ വിച്ച് ഈസ് ബെറ്റർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് IFOA ഓർ IAI ഈസ് ബെറ്റർ. നിങ്ങള് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ IFOA കുറച്ച് കോസ്റ്റ്ലി ആണ് IAI അനുസരിച്ചിട്ട്. പല ആൾക്കാരും IAI എടുക്കാനുള്ള ഒരു കാരണം അതുകൊണ്ടാണ്. IFOA കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് IAI എടുക്കാനുള്ള കാരണം. വിച്ച് ഈസ് ബെറ്റർ എന്ന് വെച്ചിട്ട് കാരണം രണ്ടിലും മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ IFOA ഫെല്ലോ ആണ്, ആസ് വെൽ ആസ് IAI ഫെല്ലോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിലാണ് വെച്ചാൽ IAIയുടെ മെമ്പർഷിപ്പ് ഉണ്ടായേ പറ്റുള്ളൂ, ഇന്ത്യയുടെ എന്തെങ്കിലും വർക്ക് ആണെങ്കിലും. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ ആക്ച്വൽ വർക്കാണ് വേണം വെച്ചാൽ IAIയുടെ ഇതുകൊണ്ട് കാര്യമില്ല. IFOA എടുക്കണം. IFOA ഫെലോഷിപ്പ് ഉണ്ടായാലാണ് ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾക്ക് ആക്ച്വൽ ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പം അതിനൊരു പ്രൊസീജിയർ ഇല്ലേ ജയസാഗർ? അതായത് IFO ഫെലോ ആയിട്ട് വന്ന ആൾക്കാരെ ഇവിടെ എൻറ്റിറ്റി കൊടുക്കാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അല്ല, അതുണ്ട് സാറേ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ IFOയിലുള്ള ഫെല്ലോ മെമ്പർക്ക് IAIയിൽ അവര് എക്സംഷൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ഇന്ത്യയിലെ എക്സംഷൻ കിട്ടിയത്. പക്ഷെ ഒരാളിപ്പോ IFOA മാത്രം ഫാക്കൽറ്റി ഫെല്ലോ ആയിരിക്കുക. IFOA ഫെല്ലോ ആയി കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ അവർക്ക് ഇന്ത്യക്ക് പുറത്ത് ചെയ്യണമെങ്കിലും IFOA ഫെല്ലോ മെമ്പറായി ഇന്ത്യക്ക് പുറത്ത് ഇത് ചെയ്യാനും പറ്റുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുള്ള IFOA കാര്യം. ഇന്ത്യയിലോ നേപ്പാളിലോ ആണെങ്കിൽ IAI മെമ്പർഷിപ്പ് മാത്രം മതി. ഓക്കെ, അപ്പൊ നൈബറിംഗ് കൺട്രീസിൽ നമുക്ക് ഏതൊക്കെ IAIയുടെ ഏതൊക്കെ കൺട്രീസിൽ വാലിഡ് ആണ്? ഇപ്പൊ തൽക്കാലത്തേക്ക് ഇന്ത്യയിലും നേപ്പാളിലും ഉണ്ട്. ഇപ്പോ ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് മതി നേപ്പാളിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ. ബാക്കി മറ്റുള്ള കൺട്രീസിലൊക്കെ IFOA വേണം. യാസീൻ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരുകൾ കേരളത്തിലുള്ളതും കേരളത്തിന് അടുത്തുള്ളതും ഇന്ത്യയിലെ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഞാൻ ചാറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആക്ച്വൽ സയൻസ് ഡിഗ്രി കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ സയൻസ് ഡിഗ്രിനേക്കാളും 100 ഇരട്ടി ഇമ്പോർട്ടൻസ് ആക്ച്വറിയൽ എക്സാമിനാണ്. ആക്ച്വറിയൽ സയൻസ് ഡിഗ്രി എക്സാം പാസ്സാവാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മീഡിയം ആയിട്ട് മാത്രമേ നിങ്ങൾ കാണാവൂ. അത് പാസ്സാവുന്നതും ഡിഗ്രി പാസ്സാവുന്നതും എക്സാം പാസ്സാവുന്നതും തമ്മിൽ രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പൊ എക്സാം പാസ്സാവുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ. സൊസൈറ്റിയുടെ എക്സാം പാസ്സാവല് അതാണ്. IAIയുടെ IFOയുടെ എക്സാം പാസ്സാവലായിരിക്കണം നിങ്ങളുടെ ഗോൾ. നിങ്ങൾക്കൊരു ഡിഗ്രി മാത്രമാണ് വേണ്ടതെങ്കിൽ ഈ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാവുന്നതാണ്. പിന്നെ എക്സംഷൻ ഉള്ള ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ഇതിന്റെയൊക്കെ പല ആൻസറുകളും ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നത് ChatGPT എന്നാണ്. അപ്പൊ നിങ്ങളും ChatGPT ഉപയോഗിക്കാൻ തുടങ്ങുക. ChatGPT പോവാ, ചുമ്മാ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇറ്റ് വിൽ ഗിവ് യു ഓൾ ദീസ് ലിസ്റ്റ്. അപ്പൊ നിങ്ങൾ AI എക്സ്പെർട്സ്, AI എങ്ങനെ ഉപയോഗിക്കാനുള്ള എക്സ്പെർട്സ് ആയി മാറുകയും ചെയ്യും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഒരു ചോദ്യം കൂടി വന്നത്, ISI എൻട്രൻസ് എക്സാമിനെ കുറിച്ചൊരു ഗൈഡൻസ് തരുമോ എന്ന് ചോദിച്ചു. ഏതിന്റെയാ? ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതണം. അവര് കോൾ ഫോർ ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴ്. അതൊന്ന് നേരത്തെ മുർഷിദ് പറഞ്ഞ ChatGPT അല്ലെങ്കിൽ ഗൂഗിളിലോ ചെയ്താൽ അറിയാൻ പറ്റും. എല്ലാ വർഷവും അവർ എൻട്രൻസ് ഉണ്ട്. പിന്നെ കേരളത്തിൽ സെന്റർ ഉണ്ട്.
എനിക്കൊരു ചെറിയ പരിപാടി, ഞാൻ ലോഗ് ഓഫ് ചെയ്യാണ്. സോറി, എനിക്കൊരു 2 മിനിറ്റ് നേരത്തെ നിർത്തണം. എല്ലാവർക്കും വളരെ നന്ദി. ഓക്കെ മുർഷിദ്, താങ്ക് യു. ISI ഒന്ന് ആ വെബ്സൈറ്റിൽ പോയാൽ കൃത്യമായിട്ട് കിട്ടും. +2 കഴിഞ്ഞിട്ട് ബി സ്റ്റാറ്റ്സ്, ബി മാത്സ് ഉണ്ട്. ബി സ്റ്റാറ്റും ബി മാത്സും കൽക്കട്ട ഉണ്ട്, പിന്നെ ഡൽഹി ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, പിന്നെ മദ്രാസ് ഉണ്ട്. ഒരുപക്ഷെ അസ്കർ സാറിന്റെ അടുത്ത് ഉണ്ടാവും അല്ലെ വിവരം? അതൊന്ന് ഷെയർ ചെയ്തോളൂ. മറ്റ് ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി വല്ലതും ഉണ്ടെങ്കിലൊക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ മെയിൽ ID ഉണ്ട് അവിടെ. പിന്നെ കൂടുതൽ ആക്ച്വറിയെ പറ്റി അറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഇന്ത്യയുടെ വെബ്സൈറ്റ് നോക്കുക. ഓക്കെ. യാസിൻ കൺക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ. യാസിൻ. ഓക്കെ സർ. അപ്പോൾ ഈ ഒരു വിഷയത്തെ അധികരിച്ച് എക്സ്പ്ലോറിംഗ് കരിയർ ഇൻ ഫിനാൻഷ്യൽ റിസ്ക് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ആക്ച്വൽ സയൻസ് എന്നൊരു വിഷയത്തിൽ വളരെ വിശദമായി നമ്മളോട് സംവദിച്ച, ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത WMO കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ ഫരീദ് സർ, അതുപോലെ മുർഷിദ് സർ, ദിനകർ സർ, ജയസാഗർ സർ, എല്ലാവർക്കും സിജി കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മളോട് സംബന്ധിച്ച സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അസ്കർ സർ, മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എല്ലാ ഞായറാഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിൽ സിജി കരിയർ ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ സംശയങ്ങൾ ഇവരും വിദഗ്ധരുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ സിജിയുടെ മലപ്പുറം, കോഴിക്കോട് ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഫ്രീ ആയിട്ട് കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് നൽകുന്നുണ്ട് കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം ഓഫീസുകളിൽ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ തുടർ സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കാവുന്നതാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു all. Thank you all. Have a nice day. Thanks everyone. Bye. Okay.